നമസ്കാരം, പി സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന LD ലെവൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസുമാണ്. അപ്പൊ സുഹൃത്തുക്കൾ എല്ലാം ശ്രദ്ധിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? ഉത്തരം സവർണ ജാഥയാണ്. സവർണ ജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? സവർണ ജാഥയാണ്. സവർണ ജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ നമുക്ക് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് മാസം 30 ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം എത്രയാ? 1924 മാർച്ച് മാസം 30. സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കര്. ഇങ്ങനെ 3 പേരായിരുന്നു. സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, അതുപോലെ ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ എന്നറിയപ്പെടുന്നത് TK മാധവൻ, KP കേശവമേനോനുമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ചോദിച്ചാൽ 2 വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെയാ? TK മാധവനും KP കേശവമേനോനുമായിരുന്നു. എന്നാൽ PSC ഇടയ്ക്ക് വെച്ച് മറ്റു നേതാക്കളെയും ചോദിച്ചിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ. അവരാരൊക്കെയാ? CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള, കൂരൂർ നീലകണ്ഠപിള്ള. ഇത്രയും പേരുടെ പേരൂടെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ TK മാധവനും KP കേശവമേനോനുമായിരുന്നു. എന്നാൽ മറ്റു നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ CV കുഞ്ഞിരാമനുണ്ട്, K കേളപ്പനുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുണ്ട്, അതുപോലെ തന്നെ കൂരൂർ നീലകണ്ഠപിള്ളയുമുണ്ട്. ഇത്രയും വ്യക്തിത്വങ്ങളുടെ പേരൂടെ സുഹൃത്തുക്കളെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തെറ്റായിട്ടുള്ള പോയിന്റ് ഒന്ന് ശരിയാക്കി പഠിക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയില് ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വെറുതെ ഒരു ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി മാത്രം നടന്ന സത്യാഗ്രഹമാണോ? അല്ല. നമ്മുടെ കേരളത്തിൽ അത് നിലനിന്നിരുന്ന ഐക്യത്തിനെതിരെ നടന്ന സത്യാഗ്രഹമായിരുന്നു എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഐക്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാ? അത് വൈക്കം സത്യാഗ്രഹമാണ്. പഠിക്കുക. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായി ആയിരുന്നു. തെറ്റരുത്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാ സുഹൃത്തുക്കളെ? റാണി സേതു ലക്ഷ്മിഭായി ആയിരുന്നു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ, പഠിച്ചോളനെ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഐക്യത്തിനെതിരായി TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം കാക്കിനട സമ്മേളനം. ഐക്യത്തിനെതിരായിട്ട് TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? അത് കാക്കിനട സമ്മേളനമായിരുന്നു. ഇതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. അടുത്തതാണ് പാലിയം സത്യാഗ്രഹം. ഏതാണ്? പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947, 1948. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947, 1948. സ്വതന്ത്രാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം. സ്വതന്ത്രാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് പാലിയം സത്യാഗ്രഹം. 1940 കാലഘട്ടത്തിൽ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും നിഷേധിച്ചിരുന്നു. തുടർന്ന് നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 1940 കാലഘട്ടങ്ങളിൽ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും നിശ്ചയിച്ചതിനെ തുടർന്ന് നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. പാലിയം സത്യാഗ്രഹ നിവേദനം സമർപ്പിക്കപ്പെട്ടത് കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനായിരുന്നു. പാലിയം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് ആർക്കായിരുന്നു? കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനായിരുന്നു. പാലിയം സത്യാഗ്രഹത്തിന്റെ ഫലമായി കൊച്ചിയിലെ പാലിയത്തച്ഛന്റെ
വാസസ്ഥലത്തിന് മുന്നിലൂടെയുള്ള പ്രധാന വഴി തുറന്നുകൊടുക്കാൻ പാലിയത്ത് കുടുംബം നിർബന്ധിതരായി. പാലിയം സത്യാഗ്രഹത്തിന്റെ ഫലമായിട്ട് കൊച്ചിയിലെ പാലിയത്തച്ഛന്റെ വാസസ്ഥലത്തിന് മുന്നിലൂടെയുള്ള പ്രധാന വഴി തുറന്നുകൊടുക്കാൻ പാലിയത്ത് കുടുംബം നിർബന്ധിതരാവുകയും ചെയ്തു. ഇതോടുകൂടി ഓർക്കുക. അടുത്തതാണ് മാഹി വിമോചന സമരം. എന്താണ് മാഹി വിമോചന സമരം? മാഹി വിമോചന സമരം നടന്ന വർഷം 1948. മാഹി വിമോചന സമരം നടന്ന വർഷം 1948. മാഹി വിമോചന സമരത്തിന്റെ നേതാവ് IK കുമാരൻ മാസ്റ്റർ. മാഹി വിമോചന സമരത്തിന്റെ നേതാവ് ആരായിരുന്നു? IK കുമാരൻ മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? IK കുമാരൻ മാസ്റ്റർ ആണ്. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന മഹാജനസഭ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന ഏതാണ്? മഹാജനസഭയാണ്. മഹാജനസഭയിലെ വിപ്ലവകാരികൾക്ക് ഫ്രഞ്ച് പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയ വർഷം 1948 ഒക്ടോബർ മാസം 22 മഹാജനസഭയിലെ വിപ്ലവകാരികൾ ഫ്രഞ്ച് പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയ വർഷം 1948 ഒക്ടോബർ മാസം 22 ഫ്രഞ്ചുകാർ വിമോചന സമരം അടിച്ചമർത്തിയത് 1948 ഒക്ടോബർ മാസം 28 ആയിരുന്നു. ഫ്രഞ്ചുകാരെ വിമോചന സമരം അടിച്ചമർത്തിയത് 1948 ഒക്ടോബർ മാസം 28 ഫ്രഞ്ച് മാഹി വിട്ടുപോയ വർഷം 1954 ജൂലൈ 16. ഫ്രഞ്ചുകാര് മാഹി വിട്ടുപോയ വർഷം 1954 ജൂലൈ മാസം 16 ആയിരുന്നു. 10 +2 +3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. 10 +2 +3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ 11. അത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി നമ്മൾ ആചരിക്കുന്നത് നവംബർ 11. അത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് നളന്ദ സർവകലാശാലയാണ്. ഇതൊരു ഏഷ്യൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാ? നളന്ദ സർവകലാശാല. ഇതൊരു ഏഷ്യന്റെ യൂണിവേഴ്സിറ്റി ആയിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. വർഷം 1948 1949. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. വർഷം 1948 1949. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസ അവകാശം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2010 ഏപ്രിൽ 1. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? ഡോക്ടർ K കസ്തൂരിരംഗൻ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? ഡോക്ടർ K കസ്തൂരിരംഗൻ. NEP 2020 പ്രകാരം നിലവിലുള്ള 10+2 സമ്പ്രദായത്തിന് പകരം നിലവിൽ വന്ന സമ്പ്രദായമാണ് 5+3+3+4 സമ്പ്രദായം. NEP 2020 പ്രകാരം നിലവിലുള്ള 10+2 സമ്പ്രദായത്തിന് പകരമായിട്ട് നിലവിൽ വന്ന സമ്പ്രദായം എന്താ? 5+3+3+4 സമ്പ്രദായം. ഇന്ത്യയിൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. വർഷം 1952 1953. ഇന്ത്യയിൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷനാണ്. മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത് 1952 1953. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർത്ത എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. വുഡ്സ് ഡിസ്പാച്ച് വന്നത് 1854. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർത്ത എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. വുഡ്സ് ഡിസ്പാച്ച് നിലവിൽ വന്നത് 1854. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷമാണ്. വർഷം 1934. വർഷം ഏതാ സുഹൃത്തുക്കളെ?
1934 നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിൽ എത്തിയ വർഷം 1934 ജനുവരി മാസം 10. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട്. എത്ര തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയണ്ട. ആദ്യമായി ഗാന്ധിജി കേരളത്തിൽ എത്തുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് എന്നാണ് PSCയുടെ ഉത്തര സൂചികയിൽ കിടക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയതെന്നാണ്. എന്നാൽ ഗാന്ധിജി കേരളത്തിൽ എത്തിയതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിസ്സഹകരണ സമരത്തിന്റെ പ്രചരണാർത്ഥമാണ്. പഠിക്കണേ. നമ്മുടെ PSCയുടെ ഉത്തരസൂചി പ്രകാരം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി കേരളത്തിൽ എത്തിയതെന്നാണ്. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി സത്യത്തിൽ എന്താണ് കേരളത്തിലേക്ക് വരുന്നത്. നമുക്ക് PSCയുടെ ഉത്തരസൂചിക പ്രകാരം പോകാം. അങ്ങനെ ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം 1920 ഓഗസ്റ്റ് മാസം 18. ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1920 ഓഗസ്റ്റ് മാസം 18 ഗാന്ധിജി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തി കേരളം കണക്കൊരു സംസ്ഥാനത്ത് വരുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രത്യേകത കാണണ്ടേ സുഹൃത്തുക്കളെ? യെസ്, ആ ഡേറ്റ് നമ്മൾ അങ്ങ് പഠിക്കാൻ പോവുകയാണ്. അപ്പോ ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ 8 എന്ന് എഴുതുക, പിന്നെ 18 എന്ന് എഴുതുക, 19 എന്ന് എഴുതുക, പിന്നെ 20 എന്ന് എഴുതുക. കഴിഞ്ഞു ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം മാസം 18-ാം തീയതി 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത്. അപ്പോൾ 8-18-1920 ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. അല്ലെങ്കിൽ 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. രണ്ടാമതായി ഗാന്ധിജിയുടെ കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് വർഷം 1925 മാർച്ച് മാസം 8-ാം തീയതി. എന്താ പറഞ്ഞ സുഹൃത്തുക്കളെ? വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി 2-ാം തവണ കേരളത്തിലേക്ക് വരുന്നത്. വർഷം 1925 മാർച്ച് മാസം 8-ാം തീയതി. തെക്കൻ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായാണ് 3-ാം തവണ ഗാന്ധിജി കേരളത്തിൽ വരുന്നത്. വർഷം 1927 ഒക്ടോബർ മാസം 9-ാം തീയതി. ഡേറ്റും തീയതിയും വ്യക്തമായിട്ട് പഠിച്ചോളണേ. തെക്കേ ഇന്ത്യയുടെ പര്യടനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി കേരളം കൂടി സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം 3-ാമത്തെ തവണ കേരളം സന്ദർശിച്ചു. വർഷം 1927 ഒക്ടോബർ മാസം 9-ാം തീയതി. 4-ാം തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചതാണ് PSCയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഹരിജൻ ഫണ്ടിന്റെ ശേഖരണാർത്ഥം ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം എത്രയെന്നാണ് ചോദിക്കുന്നത്. 1934 ജനുവരി മാസം 10-ാം തീയതി. ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി 4-ാം തവണ കേരളം സന്ദർശിക്കുന്നു. വർഷം 1934 ജനുവരി മാസം 10-ാം തീയതി. ഏറ്റവും ഒടുവിലായി 5-ാം തവണ ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എന്തിന്റെ പശ്ചാത്തലത്തിലാ സുഹൃത്തുക്കളെ? ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. വർഷം 1937 ജനുവരി മാസം 13-ാം തീയതി. 1937 ജനുവരി മാസം 13-ാം തീയതി. വ്യക്തമായിട്ട് പഠിക്കുന്ന സുഹൃത്തുക്കളെ ഈ ഭാഗം ഒന്നുകൂടി പറയുവാണേ. ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം 1934 ജനുവരി മാസം 10-ാം തീയതി. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഗാന്ധിജിയുടെ കേരള സന്ദർശനം എത്ര തവണയെന്ന് ചോദിച്ചാൽ അത് 5 തവണ. അല്ലെങ്കിൽ ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചിരുന്നു. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ആദ്യമായി ഗാന്ധിജി കേരളത്തിൽ വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് അദ്ദേഹം വന്നത്. PSCയുടെ ഉത്തരസൂചിക പ്രകാരം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ്. വർഷം 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതി. രണ്ടാമതായി ഗാന്ധിജി കേരളത്തിൽ വരുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. വർഷം 1925 മാർച്ച് മാസം 8-ാം തീയതി. 3-ാം തവണ അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി അദ്ദേഹം കേരളം കൂടി സന്ദർശിച്ചു. വർഷം 1927 ഒക്ടോബർ മാസം 9-ാം തീയതി. 4-ാം തവണ ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് ഹരിജൻ ഫണ്ടിന്റെ ശേഖരണാർത്ഥമാണ്. വർഷം 1934 ജനുവരി 10. കുറെ തവണ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു, അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളത് കൊണ്ടാണ്. 5-ാം തവണ ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. വർഷം
1937 ജനുവരി മാസം 13 വ്യക്തമായി ഈ ഭാഗം സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിഭായിയെയും കണ്ടത് രണ്ടാം കേരള സന്ദർശനത്തിൽ വെച്ചിട്ട്. ചോദിച്ചിട്ടുണ്ട് PSC. ഈ ചോദ്യം ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിഭായിയെയും കണ്ടത് ഏത് കേരള സന്ദർശനത്തിൽ വെച്ചെന്ന് ചോദിച്ചാൽ രണ്ടാം കേരള സന്ദർശനത്തിൽ വെച്ച്. മറക്കണ്ട, രണ്ട് വ്യക്തികളെ ആര് കണ്ടു? ഗാന്ധിജി കണ്ടു. രണ്ടാം കേരള സന്ദർശനത്തിൽ വെച്ച് രണ്ട് വ്യക്തികളെ ഗാന്ധിജി രണ്ടാം കേരള സന്ദർശനത്തിൽ വെച്ച് കണ്ടു എന്നങ്ങ് പഠിക്കുക. തന്റെ സ്വർണ്ണാഭരണങ്ങൾ കൗമുദി ഗാന്ധിജിക്ക് നൽകിയത് ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം കേരളത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനത്തിൽ വെച്ചാണ്. രണ്ടു രീതിയിലും PSC ചോദിച്ചിട്ടുണ്ട്. തന്റെ സ്വർണ്ണാഭരണങ്ങൾ കൗമുദി ഗാന്ധിജിക്ക് നൽകിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഹരിജൻ ഫണ്ടിന്റെ ശേഖരണാർത്ഥം അദ്ദേഹം കേരളത്തിൽ വന്നപ്പോഴാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ 4ാമത്തെ കേരള സന്ദർശനത്തിലാണ്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം 5ാം കേരള സന്ദർശനം. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം ഏതാ സുഹൃത്തുക്കളെ? 5ാം കേരള സന്ദർശനം പഠിച്ചു വെക്കും. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പോ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് അമേരിക്കൻ വിപ്ലവവും ചിന്തകന്മാരുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ, അമേരിക്കൻ വിപ്ലവവും ചിന്തകന്മാരും. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് ജോൺ ലോക്കിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജോൺ ലോക്കിനെ പറ്റി. ലിബറലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ലോക്ക്. ലിബറലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ലോക്കാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ആരുടെ വാക്കുകൾ? ജോൺ ലോക്കിന്റെ വാക്കുകളും നമുക്ക് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ്. ഒരു ഭരണാധികാരിക്ക് അധികാരം ലഭിക്കുന്നത് ഭരിക്കുന്നവരുടെ സമ്മതത്തിലൂടെയാണ്. ഏതൊരു സമൂഹത്തിലും ആളുകൾക്ക് ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത് എന്നിവയ്ക്കുള്ള ചില സ്വാഭാവിക അവകാശങ്ങളുണ്ട്. ജനങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഒരു സർക്കാരിന്റെ കടമ. ഇതാണ് ജോൺ ലോക്കിന്റെ രണ്ടാമത്തെ വാക്കുകൾ കേട്ടോ, പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു ഭരണാധികാരിക്ക് അധികാരം ലഭിക്കുന്നത് ഭരിക്കുന്നവരുടെ സമ്മതത്തിലൂടെയാണ്. ഭരിക്കുന്നത് ആരാ? നമ്മളെ തന്നെയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് നമ്മളായ സാധാരണക്കാരാണ് ഇവിടെ ഭരിക്കുന്നവരെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം. അതുപോലെ ഏതൊരു സമൂഹത്തിലും ആളുകൾക്ക് ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത് എന്നിവയ്ക്കുള്ള ചില സ്വാഭാവിക അവകാശങ്ങളുണ്ട്. ജനങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ആ സർക്കാരിന്റെ കടമയെന്നും പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ്. പഠിക്കുക. മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സർക്കാർ പരാജയപ്പെട്ടാൽ സർക്കാരിനെ അട്ടിമറിക്കാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. ഇങ്ങനെ പറഞ്ഞത് ആരാ? ജോൺ ലോക്കാണ് കേട്ടോ. മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സർക്കാർ പരാജയപ്പെട്ടാൽ സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? അതും ജോൺ ലോക്ക് തന്നെയാണ്. ചെക്കുകളുടെയും ബാലൻസ് ഷീറ്റുകളുടെയും ആശയം അവതരിപ്പിച്ച വ്യക്തിത്വം ജോൺ ലോക്കാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ചെക്കുകളുടെയും ബാലൻസ് ഷീറ്റുകളുടെയും ആശയം അവതരിപ്പിച്ച വ്യക്തിത്വമായിരുന്നു ആര്? ജോൺ ലോക്ക്. ജോൺ ലോക്കിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ആൻ എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ്. 1689 അദ്ദേഹം എഴുതിയ പുസ്തകമാണ് കേട്ടോ. ജോൺ ലോക്കിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേരെന്താ? ആൻ എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗും അതുപോലെ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്. ഈ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് ഓൾറെഡി PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. പഠിക്കുക. എഴുതിയ വ്യക്തിത്വം ആരാ? ജോൺ ലോക്ക് ആണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കേണ്ട വ്യക്തിത്വമാണ് തോമസ് പെയിന്. ആരാണ്? തോമസ് പെയിന്. 1776 ജനുവരിയിൽ തോമസ് പെയിൻ അമേരിക്കൻ സ്വാതന്ത്ര്യത്തെ വാദിക്കുവാനുള്ള ആദ്യത്തെ ലഘുലേഖയായ കോമൺ സെൻസ് പ്രസിദ്ധീകരിച്ചു. പഠിച്ചോളണേ. അപ്പോ കോമൺ സെൻസ് എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചത് ആരാ? തോമസ് പെയിൻ ആണ്. ഇതാണ് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. പഠിച്ചോളണം. ലഘുലേഖയായ കോമൺ സെൻസ് പ്രസിദ്ധീകരിച്ചത് ആരാ? തോമസ് പെയിൻ ആണ്. ഇപ്പൊ നമ്മൾ വർഷം കൂടെ പഠിക്കണം. 1776 ജനുവരിയില്. 1776 ജനുവരിയില്. രാജ്യഭരണ വ്യവസ്ഥയേക്കാൾ റിപ്പബ്ലിക്കൽ ഗവൺമെന്റിന്റെ ശ്രേഷ്ഠത, എല്ലാ പൗരന്മാർക്കും ഇടയിലുള്ള അവകാശങ്ങളുടെ തുല്യത എന്നീ ആശയങ്ങൾ വിവരിച്ച ലഘുലേഖയായിരുന്നു
എന്തായിരുന്നു കോമൺ സെൻസ്? പഠിച്ചോളണേ. രാജ്യഭരണ വ്യവസ്ഥയേക്കാൾ റിപ്പബ്ലിക്കൽ ഗവൺമെന്റിന്റെ ശ്രേഷ്ഠതകള്, എല്ലാ പൗരന്മാർക്കും ഇടയിലുള്ള അവകാശങ്ങളുടെ തുല്യത എന്നീ ആശയങ്ങൾ വിവരിച്ച ലഘുലേഖയായിരുന്നു കോമൺ സെൻസ്. രാഷ്ട്രീയത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതിയെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം തോമസ് പെയിൻ ആണ്. പഠിച്ചോളനെ. രാഷ്ട്രീയത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതിയെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം ആരാണ്? തോമസ് പെയിൻ ആണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇങ്ങനെ പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ അത് തോമസ് പെയിൻ ആണ്. ഇവിടെ ഒരു വിദേശ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ലണ്ടനെയും വൻകര എന്ന് ഉദ്ദേശിക്കുന്നത് വടക്കേ അമേരിക്കയുമാണ്. അതുകൂടെ സുഹൃത്തുക്കൾ എന്ന് ഓർക്കുക. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വാക്കുകൾ എന്താണ്? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇതിൽ വിദേശ ശക്തി എന്ന് പറയുന്നത് ആരെയാ? ലണ്ടനെയാണ്. അതുപോലെ വൻകര എന്ന് പറയുന്നത് ആരെയാ? വടക്കേ അമേരിക്കയാണ്. ലോകം എന്റെ രാജ്യമാണ്, എല്ലാ മനുഷ്യരും എന്റെ സഹോദരന്മാരാണ്, നല്ലത് ചെയ്യുക എന്നതാണ് എന്റെ മതം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? തോമസ് പെയിൻ ആണ് കേട്ടോ. പഠിച്ചോളണേ. ലോകം എന്റെ രാജ്യമാണ്, എല്ലാ മനുഷ്യരും എന്റെ സഹോദരന്മാരാണ്, നല്ലത് ചെയ്യുക എന്നതാണ് എന്റെ മതം എന്ന് പറഞ്ഞത് ആരാണ്? തോമസ് പെയിൻ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നത് നമ്മൾ നിസ്സാരമായി കണക്കാക്കുന്നു. ഇതും ആരാണ്? തോമസ് പെയിൻ പറഞ്ഞതാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നത് നമ്മൾ നിസ്സാരമായി കണക്കാക്കുന്നു. ഇതും ആരുടെ വാക്കുകളാ? തോമസ് പെയിന്റെ വാക്കുകളാണ്. സംഘർഷം എത്രത്തോളം കഠിനമാണോ വിജയം അത്രത്തോളം മഹത്തരമായിരിക്കും. ഇങ്ങനെ പറഞ്ഞതും തോമസ് പെയിൻ ആണ്. സംഘർഷം എത്രത്തോളം കഠിനമാണോ വിജയം അത്രത്തോളം മഹത്തരമായിരിക്കും എന്ന് പറഞ്ഞതും ആരാണ്? തോമസ് പെയിൻ ആണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് തോമസ് പെയിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. ക്രൂരനായ ദൈവത്തിലുള്ള വിശ്വാസം ഒരു മനുഷ്യനെ ക്രൂരനാക്കി മാറ്റും. ഇങ്ങനെ പറഞ്ഞതും തോമസ് പെയിൻ ആണ് കേട്ടോ. ക്രൂരനായ ദൈവത്തിലുള്ള വിശ്വാസം ഒരു മനുഷ്യനെ ക്രൂരനാക്കി മാറ്റുന്നു എന്നും പറഞ്ഞത് തോമസ് പെയിൻ ആണ്. പഠിക്കുക. ഇനി തോമസ് പെയിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദി അമേരിക്കൻ ക്രൈസിസ്, കോമൺ സെൻസ്, റൈറ്റ്സ് ഓഫ് മാൻ, ഏജ് ഓഫ് റീസൺ. ഇത്രയും കൂടെ സുഹൃത്തുക്കൾ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. തോമസ് പെയിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാ? ദ അമേരിക്കൻ ക്രൈസിസ്, കോമൺ സെൻസ്, റൈറ്റ്സ് ഓഫ് മാൻ, ഏജ് ഓഫ് റീസൺസ്. ഇത്രയും സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ പറ്റിയിട്ടാണ്. യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വം ആരാ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. അമേരിക്കൻ കോളനികൾക്കും യൂറോപ്പിനും ഇടയിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ യാത്രകൾ നടത്തി നവോത്ഥാന ആശയങ്ങൾ കൈമാറുകയും ചെയ്തു. അമേരിക്കൻ കോളനികൾക്കും യൂറോപ്യൻ കോളനികൾക്കും ഇടയിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ യാത്ര ചെയ്ത നവോത്ഥാന ആശയങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. അമേരിക്കൻ വിപ്ലവ കാലത്ത് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ വിപ്ലവ കാലത്ത് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. 1776 സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കുന്നതിൽ തോമസ് ജെഫേഴ്സനൊപ്പം പ്രവർത്തിച്ച വ്യക്തി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് ആരൊക്കെ ചേർന്ന? തോമസ് ജെഫേഴ്സനും അതുപോലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. വർഷം 1776 1787 US ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രതിനിധിയായി പ്രവർത്തിച്ച വ്യക്തി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. പഠിച്ചോളണേ. 1787 US ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രതിനിധിയായി പ്രവർത്തിച്ച വ്യക്തിത്വം ആരായിരുന്നു? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആയിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് മൊണ്ടസ്ക്യൂ. ഇത് നമ്മൾ ഒരുപാട് കേട്ടുള്ള വ്യക്തിയാണ് മൊണ്ടസ്ക്യൂ. റൂസോയുടെ തത്വചിന്തകൾ പോലെ തന്നെ അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകനായിരുന്നു മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. റൂസോയുടെ തത്വചിന്തകൾ എങ്ങനെയാണോ അതുപോലെ അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകനായിരുന്നു മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അമേരിക്കൻ വിപ്ലവ കാലത്ത് ജനങ്ങളിൽ കൂടുതലായി സ്വാധീനം ചെലുത്തിയ മൊണ്ടസ്ക്യൂ പുസ്തകമായിരുന്നു ദ സ്പിരിറ്റ് ഓഫ് ലോസ്. പഠിച്ചോളണം. ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിക്കും. അമേരിക്കൻ വിപ്ലവ കാലത്ത് ജനങ്ങളിൽ കൂടുതലായി സ്വാധീനം ചെലുത്തിയ മൊണ്ടസ്ക്യൂ പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദ സ്പിരിറ്റ് ഓഫ് ലോസ് ആയിരുന്നു. ജോൺ ലോക്കിന്റെ രാഷ്ട്രീയ പഠനം വിപുലീകരിച്ച മൊണ്ടസ്ക്യൂ പുസ്തകമായിരുന്നു ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ജോൺ ലോക്കിന്റെ രാഷ്ട്രീയ പഠനം വിപുലീകരിച്ച മൊണ്ടസ്ക്യൂ പുസ്തകം എന്ന് ചോദിച്ചാൽ അത് ദ സ്പിരിറ്റ് ഓഫ് ലോസ് ആണ്. അമേരിക്കൻ കോളനികളുടെ സംസ്ഥാന വിഭജനത്തെക്കുറിച്ചും അധികാര വിഭജനത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന മൊണ്ടസ്ക്യൂ പുസ്തകം ദ സ്പിരിറ്റ് ഓഫ് ലോസ്. പഠിച്ചോളനെ. അമേരിക്കൻ കോളനികളുടെ സംസ്ഥാന
സംസ്ഥാന വിഭജനം എങ്ങനെയായിരിക്കണമെന്നും അധികാര വിഭജനം എങ്ങനെയായിരിക്കണമെന്നും പ്രതിപാദിക്കുന്ന മൊണ്ടസ്ക്യൂ പുസ്തകമായിരുന്നു ദ സ്പിരിറ്റ് ഓഫ് ലോസ്. അപ്പൊ സ്പിരിറ്റ് ഓഫ് ലോസ് എന്നുള്ള പുസ്തകം എഴുതിയതാരാ? മൊണ്ടസ്ക്യൂ ആണ്. പഠിക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773. ഒരു ചെയിൻ പോലെ, ഒരു കഥ പോലെ പറഞ്ഞു പോവുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നാൽ മതി. അത്യാവശ്യം വരേണ്ട പോയിന്റുകൾ വ്യക്തമായിട്ട് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി വർഷം 1773. അമേരിക്കൻ വിപ്ലവത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന സംഭവം ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ വിപ്ലവ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത മുഴുവൻ തേയിലയും റെഡ് ഇന്ത്യൻസിന്റെ രൂപത്തിൽ വേഷ സംവിധാനം ചെയ്ത ഒരു കൂട്ടം ദേശസ്നേഹികളായ കോളനി നിവാസികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത മുഴുവൻ തേയിലയും റെഡ് ഇന്ത്യൻസ് രൂപത്തിൽ വേഷവിധാനം ചെയ്ത ഒരു കൂട്ടം ദേശസ്നേഹികളായിട്ടുള്ള കോളനി നിവാസികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയിലക്കിട്ട അമിത നികുതിയും കുത്തക അവകാശത്തിനും എതിരെയായിരുന്നു ഈ പ്രതിഷേധം അരങ്ങേറിയത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയിലക്കിട്ടിരുന്ന അമിതമായ നികുതിയും കുത്തക അവകാശത്തിനും എതിരെയായിരുന്നു ഈ പ്രതിഷേധം അരങ്ങേറിയത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില കയറ്റിയ കപ്പലുകളെ ബോസ്റ്റൺ തുറമുഖത്ത് പ്രവേശിക്കുവാൻ കലാപകാരികൾ അനുവദിച്ചില്ല. എന്നാൽ ബ്രിട്ടൻ കപ്പലുകൾ തുറമുഖത്ത് അടുക്കുന്നതിന് അനുവാദം നൽകി. ഇത് അമേരിക്കക്കാരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില കയറ്റിയ കപ്പലുകളെ ബോസ്റ്റൺ തുറമുഖത്ത് പ്രവേശിപ്പിക്കുവാൻ കലാപകാരികൾ അനുവദിച്ചില്ല. എന്നാൽ ബ്രിട്ടൻ കപ്പലുകൾ തുറമുഖത്ത് അടക്കുന്നതിന് ബ്രിട്ടൻ അനുവാദം നൽകി. ഇതെന്ത് ചെയ്തു? അമേരിക്കൻ ജനതയെ പ്രകോപിപ്പിച്ചു. 1773 ഡിസംബർ 16 രാത്രിയിൽ സാമുവൽ ആദംസിന്റെ നേതൃത്വത്തിൽ സൺസ് ഓഫ് ലിബർട്ടിയും ചേർന്നുകൊണ്ട് തേയിലകൾ നിറച്ച 342 പെട്ടികൾ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാ? സാമുവൽ ആദംസും അതുപോലെ സംഘടന ഏതാ? സൺസ് ഓഫ് ലിബർട്ടിയുമാണ്. ഈ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം എത്രയാ? 1773 ഡിസംബർ മാസം 16 342 പെട്ടികളായിരുന്നു അവരെന്ത് ചെയ്തത്? ബോസ്റ്റണിലെ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇത്രയും പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കും. 16-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന സാമ്പത്തിക നയമായിരുന്നു മെർക്കന്റലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിലെ നമ്മുടെ ലണ്ടനിൽ തന്നെ നിലവിൽ വന്നിരുന്ന പ്രത്യേക സാമ്പത്തിക നയം അറിയപ്പെട്ടിരുന്ന പേരെന്താ? മെർക്കന്റലിസം നിയമം എന്നായിരുന്നു. ഈ നയപ്രകാരം രാജ്യത്തിന്റെ കയറ്റുമതി പരമാവധി ഉയർത്തുവാനും ഇറക്കുമതി കുറയ്ക്കുവാനും രൂപകൽപ്പന ചെയ്തതായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. അപ്പൊ മെർക്കന്റലിസം നയപ്രകാരം എന്താ സംഭവിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ കയറ്റുമതി പരമാവധി കൂട്ടുക, ഇറക്കുമതി പരമാവധി കുറയ്ക്കുക എന്നതായിരുന്നു. മത്സരാധിഷ്ഠിത സാമ്പത്തിക തത്വചിന്തയായിരുന്നു മെർക്കന്റലിസം. പഠിച്ചോളനെ. മത്സരാധിഷ്ഠിത സാമ്പത്തിക തത്വചിന്ത എന്നറിയപ്പെടുന്ന എന്താ? മെർക്കന്റലിസം ആണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവർക്ക് കഴിയുന്നത്ര കോളനികളെ സ്വന്തമാക്കുന്നതിന് മെർക്കന്റലിസം നയം കാരണമായി. യൂറോപ്യൻ രാജ്യങ്ങള് അവർക്ക് കഴിയുന്നത്ര കോളനികളെ സ്വന്തമാക്കുന്നതിന് മെർക്കന്റലിസം നയം കാരണമായി. ഇതോടൊന്ന് പഠിച്ചു വെക്കുക. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്കിനി ചൈനീസ് വിപ്ലവത്തെ പറ്റി ഒന്ന് നോക്കാം. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. പ്രധാനമായും ചൈനീസ് വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1917 സിൻഹായ് വിപ്ലവം, 1927 മുതൽ 1949 കാലഘട്ടങ്ങളിൽ നടന്ന ആഭ്യന്തര യുദ്ധം. എവിടത്തെ? ചൈനയിലെ ആഭ്യന്തര യുദ്ധങ്ങള്. 1949 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. ഇത്രയും കൂടെ ചേർന്നതിനാണ് നമ്മൾ പൊതുവായിട്ട് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ ചൈനീസ് വിപ്ലവം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിപ്ലവങ്ങൾ ചേർന്നതാ? ഒന്ന് 1911 സിൻഹായ് വിപ്ലവം, 1927 മുതൽ 1949 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന ആഭ്യന്തര യുദ്ധം. എവിടത്തെ? ചൈനയിലെ. 1949 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. ഇത്രയും ചേർന്നതാണ് ചൈനീസ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചൈനീസ് വിപ്ലവത്തിന് കാരണമായ പശ്ചാത്തലങ്ങളാണ് മഞ്ചു രാജവംശത്തിന്റെ ദുർബല ഭരണം, ബ്രിട്ടൻ, അമേരിക്ക, ജപ്പാൻ എന്നീ വിദേശ ശക്തികളുടെ ഇടപെടൽ, കറുപ്പ് യുദ്ധങ്ങൾ, ബോക്സർ കലാപം. ചൈനീസ് വിപ്ലവത്തിന് കാരണമായ പ്രധാനപ്പെട്ട പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാ? മഞ്ചു രാജവംശത്തിന്റെ ദുർബലമായ ഭരണം, ബ്രിട്ടൻ, അമേരിക്ക, ജപ്പാൻ എന്നീ വിദേശ ശക്തികളുടെ ചൈനയുമായുള്ള ഇടപെടല്, കറുപ്പ് യുദ്ധങ്ങള്, അതുപോലെ ബോക്സർ കലാപം. ചൈനീസ് വിപ്ലവത്തിലെ പ്രധാന നേതാക്കളെ പറ്റി നമുക്ക് നോക്കാം. ചൈനീസ് വിപ്ലവത്തിലെ പ്രധാന നേതാക്കൾ: സൻ യാറ്റ്സൻ,
കുമിന്താങ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? സന്യാട്സൻ ആണ്. കുമിന്താങ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? സന്യാട്സൻ ആണ്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് സന്യാസൻ ആണ്. ഓർക്കണേ, ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് സന്യാട്സൻ ആണ്. ഇനി നമുക്ക് ചൈനീസ് വിപ്ലവത്തിന്റെ ടൈം ലൈൻ ഒന്ന് നോക്കാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചൈനീസ് വിപ്ലവത്തിന്റെ ടൈം ലൈന് 1839 മുതൽ 1842 വരെ ഒന്നാം കറുപ്പ് യുദ്ധം. 1839 മുതൽ 1842 വരെ ഒന്നാം കറുപ്പ് യുദ്ധം. ബ്രിട്ടനും ചൈനയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം കറുപ്പ് യുദ്ധം എന്നറിയപ്പെടുന്നത്. ബ്രിട്ടനും ചൈനയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം കറുപ്പ് യുദ്ധം എന്നറിയപ്പെടുന്നത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു. ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു. നാൻസിങ് ഉടമ്പടി പ്രകാരം ചൈന ഹോങ്കോങ് പ്രദേശം ബ്രിട്ടന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഒന്നാം കറുപ്പ് യുദ്ധപ്രകാരം വന്നതാണ് നാൻജിങ് ഉടമ്പടി. ഈ നാൻജിങ് ഉടമ്പടി പ്രകാരം ചൈന ഹോങ്കോങ് പ്രദേശം ആർക്ക് വിട്ടുകൊടുത്തു? ബ്രിട്ടന് വിട്ടുകൊടുത്തു. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ചൈനീസ് വിപ്ലവം ടൈം ലൈൻ ആണ്. ശ്രദ്ധിക്കുക, ചൈനീസ് വിപ്ലവം ടൈം ലൈൻ 1839 മുതൽ 1842 വരെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത്. 1839 മുതൽ 1842 വരെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത്. ബ്രിട്ടനും ചൈനയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം കറുപ്പ് യുദ്ധം എന്നറിയപ്പെടുന്നത്. ബ്രിട്ടനും ചൈനയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം കറുപ്പ് യുദ്ധം എന്നറിയപ്പെടുന്നത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു. ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു. നാൻജിങ് ഉടമ്പടി പ്രകാരം ചൈന ഹോങ്കോങ് പ്രദേശം ബ്രിട്ടന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇത് ചൈനയിൽ പാശ്ചാത്യ ശക്തികൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ വഴിയൊരുക്കി. ഇമ്പോർട്ടന്റ് ആണ്. നാൻജിങ് ഉടമ്പടി പ്രകാരം ചൈന ഹോങ്കോങ് പ്രദേശം ബ്രിട്ടന് വിട്ടുകൊടുക്കുകയും ഇത് ചൈനയിൽ പാശ്ചാത്യ ശക്തികൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ വഴിയൊരുക്കുകയും ചെയ്തു. 1856 മുതൽ 1860 വരെയാണ് രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത്. 1856 മുതൽ 1860 വരെയാണ് രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത്. കൂടുതൽ വിദേശ ശക്തികൾക്ക് ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ ലഭിച്ചത് രണ്ടാം കറുപ്പ് യുദ്ധത്തിന്റെ ഭാഗമായിട്ട്. കൂടുതൽ വിദേശ ശക്തികൾക്ക് ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ ലഭിച്ചത് രണ്ടാം കറുപ്പ് യുദ്ധത്തിന്റെ ഭാഗമായാണ്. 1900 ബോക്സർ കലാപം നടക്കുന്നു. 1900 ബോക്സർ കലാപം നടക്കുന്നു. ചൈനയിലെ വിദേശാധിപത്യത്തിനെതിരെ ബോക്സർമാർ എന്ന രഹസ്യ സംഘടനകൾ നടത്തിയ കലാപം ഇത് മഞ്ജു രാജവംശത്തിന്റെ ദുർബലത എടുത്തു കാണിച്ചിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ബോക്സർ കലാപം എന്ന് പറഞ്ഞാല് 1900 ചൈനയിലെ വിദേശാധിപത്യത്തിനെതിരെ ബോക്സർമാർ എന്ന രഹസ്യ സംഘടനകൾ കലാപം നടത്തി. ഈ കലാപം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന എന്തായിരുന്നു? മഞ്ജു രാജവംശത്തിന്റെ ദുർബലതയായിരുന്നു. ഓർക്കണം, ബോക്സർ കലാപം പ്രധാനമായും എടുത്തു കാണിച്ചത് എന്തായിരുന്നു? മഞ്ജു രാജവംശത്തിന്റെ ദുർബലതയായിരുന്നു. 1911 ഒക്ടോബർ 10 സിൻഹായ് വിപ്ലവം. 1911 ഒക്ടോബർ 10 സിൻഹായ് വിപ്ലവം. സന്യാസന്റെ നേതൃത്വത്തിൽ നടന്ന ഈ വിപ്ലവം ചൈനയിൽ 2000 വർഷത്തിലേറെ നീണ്ടുനിന്ന രാജവാഴ്ചയ്ക്ക് അല്ലെങ്കിൽ കിങ് രാജവംശത്തിന്റെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. സന്യാസന്റെ നേതൃത്വത്തിൽ നടന്ന സിൻഹായ് വിപ്ലവ പ്രകാരം ചൈനയിലെ 2000 വർഷത്തിലേറെ നീണ്ടുനിന്ന രാജവാഴ്ചയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് പറയാം കിങ് രാജവംശത്തിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഇത് ആധുനിക ചൈനയുടെ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായി കരുതപ്പെടുന്നു. അപ്പോ 1911 ഒക്ടോബർ 10 നടന്ന സിൻഹായ് വിപ്ലവം എന്ന് പറയുന്നത് ആധുനിക ചൈനയുടെ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമാണ്. കാരണം എന്താ? 2000 വർഷത്തോളം നീണ്ടുനിന്ന ചൈനയിലെ രാജവാഴ്ചയ്ക്ക് ഒരു അവസാനം വന്നത് സന്യാസൻ നടത്തിയ സിൻഹായ് വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ്. 1912 ജനുവരി 1 റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം. 1912 ജനുവരി 1 റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനം. സന്യാസൻ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ താൽക്കാലിക പ്രസിഡന്റായി സ്ഥാനമേറ്റു. സന്യാസൻ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റായി സ്ഥാനമേറ്റത് 1912 ജനുവരി 1 ചൈന റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. 1921 ജൂലൈയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണം നടന്നു. 1921 ജൂലൈയില് ചൈനീസിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടന്നു. മാവോ സേ തുങ്ങും മറ്റു നേതാക്കളും ചേർന്ന് ഷാൻഹായിൽ വെച്ച്
ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. മാവോ സേ തുങ്ങും മറ്റ് നേതാക്കളും ചേർന്ന് ഷാൻഹായിൽ വെച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. 1925 മാർച്ച് 12 സന്യാൻ സെന്നിന്റെ മരണം. 1925 മാർച്ച് 12 സന്യാൻ സെൻ മരണപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ മരണശേഷം കുമിന്താങ് പാർട്ടിയുടെ നേതൃത്വം ചിയാങ് കൈഷക്ക് ഏറ്റെടുത്തു. 1925 മാർച്ച് 12 സന്യാൻ സെൻ മരണപ്പെടുന്നു. സന്യാൻ സെന്നിന് ശേഷം കുമിന്താങ് പാർട്ടിയുടെ നേതൃത്വം ആര് ഏറ്റെടുത്തു? ചിയാങ് കൈഷക്ക് ഏറ്റെടുത്തു. 1927 ആഭ്യന്തര യുദ്ധത്തിന്റെ ആരംഭം. നമ്മുടെ ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ ആരംഭം എന്നാ വന്നത്? 1927 കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത് 1927 കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത് 1927 1934 ഒക്ടോബർ മുതൽ 1935 ഒക്ടോബർ വരെയാണ് ലോങ് മാർച്ച് നടന്നത്. 1934 ഒക്ടോബർ മുതൽ 1935 ഒക്ടോബർ വരെയാണ് ലോങ് മാർച്ച് നടന്നത്. കുമിന്താങ് സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സൈന്യം നടത്തിയ 9000 കിലോമീറ്ററിലധികം ദൂരമുള്ള പലായനം അറിയപ്പെടുന്ന പേരാണ് ലോങ് മാർച്ച് എന്ന്. കുമിന്താങ് സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സൈന്യം നടത്തിയ 9000 കിലോമീറ്ററിലധികം ദൂരമുള്ള പലായനം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയും ഐക്യവും വർദ്ധിപ്പിച്ചു. അപ്പോ ലോങ് മാർച്ച് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയും ഐക്യവും വർദ്ധിക്കുന്നതിന് കാരണമായി. 1937 മുതൽ 1945 വരെ രണ്ടാം ചൈനീസ് ജപ്പാൻ യുദ്ധം. ഓർത്തോളനെ 1937 മുതൽ 1945 വരെ രണ്ടാം ചൈനീസ് ജാപ്പനീസ് യുദ്ധം. ജാപ്പനീസ് അധിനിവേശം ചെറുക്കാൻ കുമിന്താങ്ങും കമ്മ്യൂണിസ്റ്റുകളും താൽക്കാലികമായി ഒന്നിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിരുന്നു ഈ യുദ്ധം. ഓർത്തോളനെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ചൈനീസ് ജാപ്പനീസ് യുദ്ധം നടന്നു. അങ്ങനെ ചൈന ജപ്പാൻ പിടിച്ചെടുക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴേക്കും കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകളും ഒന്നിക്കുകയും അവർ ഒന്നിച്ച് ജപ്പാനെ എതിർക്കുകയും ചെയ്തു. ഇത് നടന്നത് എപ്പോഴാ? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായാണ്. അതുകൊണ്ട് 1937 മുതൽ 1945 വരെയാണ് ഈ രണ്ടാം ചൈനീസ് ജാപ്പനീസ് യുദ്ധം നടന്നത്. 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം നടന്നു. 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം നടന്നു. ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ വിജയം. മാവോ സേ തുങ് ബെയ്ജിംഗിലെ ടിയാങ്ഷെമെന്റ് സ്ക്വയറിൽ നിന്നും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം പ്രഖ്യാപിച്ചു. 1949 ഒക്ടോബർ 1 പ്രത്യേകത എന്താ? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം നടന്നു. ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ വിജയമായിരുന്നു ഇതിൽ കൂടെ കാണുന്നത്. മാവോ സേ തുങ് ബെയ്ജിംഗിലെ ടിയാങ്ഷെൻമെന്റ് സ്ക്വയറിൽ നിന്നും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം പ്രഖ്യാപിച്ചു. ചിയാങ് കൈഷക്കും കുമിന്താങ് സർക്കാരും തായ്വാനിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. ചിയാങ് കൈഷക്കും കുമിന്താങ് സർക്കാരും തായ്വാനിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. 1958 മുതൽ 1962 വരെയാണ് മഹത്തായ മുന്നേറ്റം അല്ലെങ്കിൽ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് നടന്നത്. 1958 മുതൽ 1962 വരെയാണ് മഹത്തായ മുന്നേറ്റം അഥവാ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് നടന്നത്. മാവോ സേ തുങ് നടപ്പിലാക്കിയ സാമ്പത്തിക സാമൂഹിക പരിഷ്കാരങ്ങളാണ് മഹത്തായ മുന്നേറ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാവോ സേ തുങ് നടപ്പിലാക്കിയ സാമ്പത്തിക സാമൂഹിക പരിഷ്കരണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മഹത്തായ മുന്നേറ്റം എന്നറിയപ്പെടുന്നത്. ഇത് വലിയ ഭക്ഷ്യക്ഷാമത്തിനും ദശലക്ഷക്കണക്കിന് മരണങ്ങൾക്കും കാരണമായി. ഇത് വലിയ ഭക്ഷ്യക്ഷാമത്തിനും ദശലക്ഷക്കണക്കിന് മരണങ്ങൾക്കും കാരണമാവുകയും ചെയ്തു. 1966 മുതൽ 1976 വരെ സാംസ്കാരിക വിപ്ലവം നടന്നത് ചൈനയിലാണ്. 1966 മുതൽ 1976 വരെ സാംസ്കാരിക വിപ്ലവം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ചൈനയിലാണ്. മാവോ സേ തുങ് തന്റെ അധികാരം ഉറപ്പിക്കാനും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പുനഃസ്ഥാപിക്കാനും വേണ്ടി നടപ്പിലാക്കിയ പ്രക്ഷുബ്ധമായ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനം ഇത് ചൈനയുടെ സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും വലിയ സ്വാധീനം ചെലുത്തി. അപ്പോ സാംസ്കാരിക വിപ്ലവം ഉണ്ടാവാൻ കാരണം എന്തെന്ന് ചോദിച്ചാല് മാവോ സേ തുങ് തന്റെ അധികാരം ഉറപ്പിക്കാനും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പുനഃസ്ഥാപിക്കാനും വേണ്ടി നടപ്പിലാക്കിയ പ്രക്ഷുബ്ധമായ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. ഇത് ചൈനയുടെ സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു.
ആറാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടാറസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാ? അന്റോണിയോ ഗുട്ടാറസ്. ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസ് ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടന എന്നറിയപ്പെടുന്നത് ഐക്യരാഷ്ട്ര സംഘടന. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്പോർട്സ് അല്ലാത്ത അന്താരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ അത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ അത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുണ്ട്, പഠിച്ചോളുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ അത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം വികസിപ്പിക്കുകയും അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഐക്യരാഷ്ട്ര സംഘടന. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം വികസിപ്പിക്കുകയും അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ആര്? ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടന എന്നറിയപ്പെടുന്നത് ഐക്യരാഷ്ട്ര സംഘടന. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണിത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടന എന്നറിയപ്പെടുന്നത് ഏതാ? ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഐക്യരാഷ്ട്ര സംഘടനയെ ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അതായത് സ്പോർട്സ് ഇതര അന്താരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ അത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ അത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം വികസിപ്പിക്കുകയും അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ആര്? ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാം ലോക മഹായുദ്ധത്തിന് ചുവട് പിടിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടന എന്നറിയപ്പെടുന്നത് ആരാ? ഐക്യരാഷ്ട്ര സംഘടനയാണ്. പഠിക്കുക. നമുക്ക് നോക്കാനുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ ചിഹ്നത്തിനെ പറ്റിയിട്ടാണ്. ഐക്യരാഷ്ട്രസഭയുടെ ചിഹ്നം, ഐക്യരാഷ്ട്രസഭയുടെ പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ മാസം 20 പഠിച്ചോളണേ. ഐക്യരാഷ്ട്രസഭയുടെ പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ മാസം 20 ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്താ സുഹൃത്തുക്കളെ? ഇളം നീല നിറമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പതാകയിൽ കാണുന്നത് ഒലീവ് ശാഖകൾക്കിടയിലുള്ള ഉത്തര ധ്രുവത്തിന്റെ ലോകഭൂപടം. പഠിച്ചു വെച്ചോളണം, തെറ്റിപ്പോകും. ഐക്യരാഷ്ട്രസഭയുടെ പതാകയിൽ കാണുന്നത് ഒലീവ് ശാഖകൾക്കിടയിലുള്ള ഉത്തര ധ്രുവത്തിന്റെ ലോകഭൂപടമാണ്. ഏത് ധ്രുവത്തിന്റെ ലോകഭൂപടമാണ് സുഹൃത്തുക്കളെ? ഉത്തര ധ്രുവത്തിന്റെ ലോകഭൂപടമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകം. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്താ? ഇത് നിങ്ങളുടെ ലോകം എന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ പതാക പകുതി താഴ്ത്തിക്കെട്ടിയത് ഏത് ലോക നേതാവിന്റെ മരണത്തെ തുടർന്നാണ്? മഹാത്മാഗാന്ധിയുടെ മരണത്തെ തുടർന്ന്. പഠിച്ചോളണേ, ഐക്യരാഷ്ട്രസഭയുടെ പതാക പകുതി താഴ്ത്തിക്കെട്ടിയത് ഏത് ലോക നേതാവിന്റെ മരണത്തെ തുടർന്നാണെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയുടെ മരണത്തെ തുടർന്നാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഐക്യരാഷ്ട്രസഭയും ഭാഷകളുമാണ്. ഐക്യരാഷ്ട്രസഭയും ഭാഷകളും. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഏതാ സുഹൃത്തുക്കളെ? 6 ഇവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക് എന്നിവയാണ്. ശ്രദ്ധിച്ചോളുക. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാ? 6. അവർ ഏതൊക്കെയാ? ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക് എന്നിവയാണ്. ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈസി കോഡ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. കോഡ് ഇത്രയേ ഉള്ളൂ. ഫ്രെസ്ക എന്നങ്ങ് പഠിച്ചു വെക്കുക. എന്തെന്നാണ്? ഫ്രെസ്ക എന്ന പേരങ്ങ് പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും 1 മാർക്കിനുള്ള ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ എത്രണ്ണമാ? 6. അത് പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? ഫ്രെസ്ക എന്നങ്ങ് പഠിച്ചു വെക്കുക. FRESCA ഫ്രെസ്ക എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇതിൽ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാനിഷ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിച്ച ഭാഷ അറബിക് ഭാഷ. വർഷം 1973. വർഷം ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിച്ച ഭാഷ എന്നറിയപ്പെടുന്നത് ഏതാണ്? അറബി ഭാഷയാണ്. അറബി ഭാഷ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷയിലേക്ക് എത്തപ്പെട്ട വർഷം എത്രയാ? 1973. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷകള് ഇംഗ്ലീഷ് ഭാഷയും ഫ്രഞ്ച് ഭാഷയും. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാ? ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ ഫ്രഞ്ച് ഭാഷയുമാണ്.
ഒരു ഐക്യരാഷ്ട്ര പ്രതിനിധിക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും പ്രസംഗിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളണേ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ കയറി ചോദിക്കും. ഒരു ഐക്യരാഷ്ട്ര സഭയിലെ പ്രതിനിധിക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും പ്രസംഗിക്കാം. പ്രാസംഗികന്റെ ഭാഷ അതേ സമയത്ത് തന്നെ ഔദ്യോഗിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നു. അതും ഇമ്പോർട്ടന്റ് ആണ്. പ്രാസംഗികന്റെ ഭാഷ അതേ സമയത്ത് തന്നെ ഔദ്യോഗിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നു. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ നമ്മുടെ മാതാ അമൃതാനന്ദമയ്യാണ് ആദ്യമായിട്ട് ഐക്യരാഷ്ട്ര സഭയിൽ മലയാളത്തിൽ സംസാരിച്ചത്. ഐക്യരാഷ്ട്ര സഭയിൽ സംസാരിക്കുന്നതിന് അവിടുത്തെ ഔദ്യോഗിക ഭാഷയുടെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും ഐക്യരാഷ്ട്ര സഭയില് സംസാരിക്കാൻ കഴിയും. അത് അപ്പോ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക ഭാഷയിൽ വിവർത്തനം ചെയ്ത് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. തെക്കേ അമേരിക്കയും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്ക ഫലകം. ഓർത്തോളനെ, തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം അറിയപ്പെടുന്ന പേരെന്താണ്? അത് നാസ്ക ഫലകമാണ്. പ്രധാന ഫലകങ്ങളും അവയുടെ ഏകദേശ സ്ഥാനങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചിരിക്കുക. പ്രധാന ഫലകങ്ങളും അവയുടെ ഏകദേശ സ്ഥാനങ്ങളും. യുറേഷ്യൻ ഫലകം യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന വലിയ ഫലകമാണ് യുറേഷ്യൻ ഫലകം. ഇന്ത്യൻ ഫലകവുമായി കൂട്ടുമുട്ടി ഹിമാലയം രൂപീകരിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? യുറേഷ്യൻ ഫലകമാണ്. അപ്പോൾ യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു ഫലകമാണ് യുറേഷ്യൻ ഫലകം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഫലകവുമായി യുറേഷ്യൻ ഫലകം കൂട്ടിയിടിക്കുകയും ഇതുമൂലം ഹിമാലയം രൂപപ്പെടുകയും ചെയ്തു. വടക്കേ അമേരിക്കൻ ഫലകം വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡവും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗവും ഉൾപ്പെടുന്നതാണ് വടക്കേ അമേരിക്കൻ ഫലകം എന്ന് അറിയപ്പെടുന്നത്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡവും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗവും ഉൾപ്പെടുന്നതാണ് വടക്കേ അമേരിക്കൻ ഫലകം എന്ന് അറിയപ്പെടുന്നത്. യുറേഷ്യൻ ഫലകത്തിൽ നിന്നും തെക്കോട്ടും പസഫിക് ഫലകത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് അകന്നു മാറിയുമാണ് എന്ത് കാണപ്പെടുന്നത്? വടക്കേ അമേരിക്കൻ ഫലകം കാണപ്പെടുന്നത്. യുറേഷ്യൻ ഫലകത്തിൽ നിന്നും കിഴക്കോട്ടായിട്ടും പസഫിക് ഫലകത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് അകന്നു മാറിയുമാണ് ആര് കാണപ്പെടുന്നത്? വടക്കേ അമേരിക്കൻ ഫലകം കാണപ്പെടുന്നത്. തെക്കേ അമേരിക്കൻ ഫലകം തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡവും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗവും ഉൾപ്പെടുന്നതാണ് തെക്കേ അമേരിക്കൻ ഫലകം എന്ന് അറിയപ്പെടുന്നത്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡവും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തന്നെ പടിഞ്ഞാറൻ ഭാഗവും കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതാണ് തെക്കേ അമേരിക്കൻ ഫലകം എന്ന് പറയുന്നത്. പസഫിക് ഫലകവുമായി, പ്രത്യേകിച്ച് നാസ്ക ഫലകവുമായി കൂട്ടിമുട്ടി ആൻഡീസ് പർവ്വതനിര രൂപീകരിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെക്കേ അമേരിക്കൻ ഫലകമാണ്. ഓർത്തോളനെ, പസഫിക് ഫലകവുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നാസ്ക ഫലകവുമായിട്ട് കൂട്ടുമുട്ടിയിട്ട് ആൻഡീസ് പർവ്വതനിര രൂപീകരിക്കുന്നത് ആരാ? തെക്കേ അമേരിക്കൻ ഫലകമാണ്. പസഫിക് ഫലകം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര ഫലകം എന്നറിയപ്പെടുന്നത് പസഫിക് ഫലകമാണ്. ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര ഫലകം എന്നറിയപ്പെടുന്നത് ഏതാ? പസഫിക് ഫലകമാണ്. പസഫിക് സമുദ്രത്തിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നത് പസഫിക് ഫലകത്തിലാണ്. പസഫിക് സമുദ്രത്തിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നത് പസഫിക് ഫലകത്തിലാണ്. റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത ഭൂകമ്പ മേഖലയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് പസഫിക് ഫലകത്തിന്റെ ഭാഗമാണ്. ഓർക്കണം, റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത ഭൂകമ്പ മേഖല ഏതിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ പസഫിക് ഫലകത്തിന്റെ ഭാഗമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡവും ചുറ്റുമുള്ള സമുദ്രഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് ആഫ്രിക്കൻ ഫലകം. വടക്കോട്ടും കിഴക്കോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലകം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ ഫലകമാണ്. വടക്കോട്ടും കിഴക്കോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലകം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ ഫലകമാണ്. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകം ഏതാണ്? ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഓസ്ട്രേലിയ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിന്റെ ഭാഗമായാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഓസ്ട്രേലിയ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂരിഭാഗം എന്നീ ഭാഗങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഏതിലാണ്? ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിലാണ്. യുറേഷ്യൻ ഫലകവുമായി കൂട്ടിമുട്ടി ഹിമാലയത്തെ ഉയർത്തുന്നതിൽ സജീവമായിരിക്കുന്ന ഫലകം എന്ന് ചോദിച്ചാൽ അത് ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകമാണ് കേട്ടോ. യുറേഷ്യൻ ഫലകവുമായിട്ട് കൂട്ടിമുട്ടിയിട്ട് ഹിമാലയത്തെ ഉയർത്തുന്നതിൽ സജീവമായിരിക്കുന്ന ഫലകം എന്ന് ചോദിച്ചാൽ അത് ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകമാണ്. അന്റാർട്ടിക്ക ഫലകം അന്റാർട്ടിക്ക ഭൂഖണ്ഡവും ചുറ്റുമുള്ള വലിയ സമുദ്രഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് അന്റാർട്ടിക് ഫലകം എന്ന് പറയുന്നത്. അന്റാർട്ടിക്ക ഭൂഖണ്ഡവും ചുറ്റുമുള്ള വലിയ സമുദ്രഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് അന്റാർട്ടിക് ഫലകം. ഇത് മിക്കവാറും മറ്റ് എല്ലാ പ്രധാന ഫലകങ്ങളിൽ നിന്നും അകന്നു മാറി ഒരു ഫലകമായി സ്ഥിതി ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അന്റാർട്ടിക് ഫലകം എന്ന് പറയുന്നത് മറ്റ് എല്ലാ പ്രധാന ഫലകങ്ങളിൽ നിന്നും വിട്ടുമാറിയിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ കാണപ്പെടും. ഇവനെയാണ് അന്റാർട്ടിക് ഫലകം എന്ന് അറിയപ്പെടുന്നത്.
ഇനി നമുക്ക് നോക്കാനുള്ളത് ചെറിയ ഫലകങ്ങളാണ്. ഇതിൽ നിന്നാണ് ചോദ്യം വന്നത്. ചെറിയ ഫലകങ്ങൾ. നാസ്ക ഫലകം ഏതാണ്? നാസ്ക ഫലകം. തെക്കേ അമേരിക്കൻ ഫലകത്തിനും പസഫിക് ഫലകത്തിനും ഇടയിൽ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നാസ്ക ഫലകം. തെക്കേ അമേരിക്കൻ ഫലകത്തിനും പസഫിക് ഫലകത്തിനും ഇടയിലായിട്ട് പസഫിക് മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫലകമാണ് നാസ്ക ഫലകം. ആൻഡീസ് പർവ്വതനിരകളുടെ രൂപീകരണത്തിന് കാരണമായ ഫലകം എന്നറിയപ്പെടുന്നത് നാസ്ക ഫലകമാണ്. ആൻഡീസ് പർവ്വതനിരകളുടെ രൂപീകരണത്തിന് കാരണമായിരിക്കുന്ന ഫലകം എന്നറിയപ്പെടുന്നത് നാസ്ക ഫലകമാണ്. കരീബിയൻ ഫലകം. വടക്കേ അമേരിക്കൻ ഫലകത്തിനും ഇടയിൽ കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്നതാണ് കരീബിയൻ ഫലകം. വടക്കേ അമേരിക്കൻ ഫലകത്തിനും തെക്കേ അമേരിക്കൻ ഫലകത്തിനും ഇടയില് കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഫലകമാണ് കരീബിയൻ ഫലകം. കോക്കസ് ഫലകം. പസഫിക് ഫലകത്തിനും വടക്കേ അമേരിക്കൻ ഫലകത്തിനും തെക്കേ അമേരിക്കൻ ഫലകത്തിനും ഇടയിൽ മധ്യ അമേരിക്കയ്ക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നതാണ് കോക്കസ് ഫലകം എന്നറിയപ്പെടുന്നത്. എന്താ കോക്കസ് ഫലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് ഫലകത്തിനും വടക്കേ അമേരിക്കൻ ഫലകത്തിനും തെക്കേ അമേരിക്കൻ ഫലകത്തിനും ഇടയിലായിട്ട് മധ്യ അമേരിക്കൻ ഫലകത്തിന് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഫലകമാണ് കോക്കസ് ഫലകം എന്ന് അറിയപ്പെടുന്നത്. ഫിലിപ്പീൻസ് ഫലകം. പസഫിക് ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയില് ഫിലിപ്പീൻസ് ദ്വീപുകൾക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ചെറിയ ഫലകമാണ് ഫിലിപ്പീൻസ് ഫലകം എന്നറിയപ്പെടുന്നത്. പസഫിക് ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിലായിട്ട് ഫിലിപ്പീൻസ് ദ്വീപുകൾക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ചെറു ഫലകമാണ് ഫിലിപ്പീൻസ് ഫലകം എന്ന് അറിയപ്പെടുന്നത്. അറേബ്യൻ ഫലകം. ആഫ്രിക്കൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയില് അറേബ്യൻ ഉപദ്വീപിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ചെറു ഫലകമാണ് അറേബ്യൻ ഫലകം എന്നറിയപ്പെടുന്നത്. ആഫ്രിക്കൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിലായിട്ട് അറേബ്യൻ ഉപദ്വീപിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഫലകമാണ് അറേബ്യൻ ഫലകം എന്ന് അറിയപ്പെടുന്നത്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ലോക്തക് തടാകം. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാ? ലോക്തക് തടാകമാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ലോക്തക് തടാകം. ഏതാണ് ലോക്തക് തടാകം? ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മണിപ്പൂരാണ്. മണിപ്പൂരിൽ തന്നെ മോർ റിയാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂരിലെ തന്നെ മോർ റിയാങ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഒഴുകുന്ന തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഒഴുകുന്ന തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ഇതാണ് പറഞ്ഞത്, തെറ്റിപ്പോവരുതെന്ന്. കാര്യം എന്താണ്? ഈ ലോക്തക് തടാകവുമായി ബന്ധപ്പെട്ട് കുറെ ഒഴുകുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് കൊണ്ടുവന്ന് പോസ്റ്റ് ഓഫീസ് ഇട്ടു കൊടുക്കരുത്. പോസ്റ്റ് ഓഫീസ് എവിടെയാണ് വന്നത്? ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് അത് ദാൽ തടാകത്തിലാണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്ന തടാകം ലോക്തക് തടാകമാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബുൾ ലംചാവോ സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകമാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാ? കെയ്ബുൾ ലംചാവോ ദേശീയോദ്യാനമാണ്. അത് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? അതും ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിതമായ തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിതമായ തടാകം ഏതാ? അതും ലോക്തക് തടാകം തന്നെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോക്തക് തടാകത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂരിൽ എവിടെയാ? മോർ റിയാങ് എന്ന് പറയുന്ന പ്രദേശത്താണ്. വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഒഴുകുന്ന തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകമാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബുൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിതമായ തടാകം
ലോക്തക് തടാകമാണ്, ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട തടാകമാണ് ലോണാർ തടാകം. ഏതാണ്? ലോണാർ തടാകം. ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. ഉൽക്കാപതന ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം ലോണാർ തടാകം. ഉൽക്കാപതന ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം എന്നറിയപ്പെടുന്നത് ലോണാർ തടാകമാണ്. ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ഉപ്പ് തടാകം എന്നറിയപ്പെടുന്നത് ലോണാർ തടാകമാണ്. ഓർത്തോളനെ, ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു ഉപ്പ് തടാകം എന്നറിയപ്പെടുന്നത് ലോണാർ തടാകമാണ്. ലിറ്റിൽ ലോണാർ എന്ന പേരിൽ അറിയപ്പെടുന്ന തടാകം ആംബർ തടാകം. ഓർത്തോളനെ, ലിറ്റിൽ ലോണാർ എന്ന പേരിൽ അറിയപ്പെടുന്ന തടാകം ഏതാണ്? ആംബർ തടാകമാണ്. അപ്പൊ നമ്മൾ ലോണാർ തടാകത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മഹാരാഷ്ട്രയിലാണ്. ഉൽക്കാപതന ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം എന്നറിയപ്പെടുന്നത് ലോണാർ തടാകം. ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ഉപ്പ് തടാകം ലോണാർ തടാകം. ലിറ്റിൽ ലോണാർ എന്ന പേരിൽ അറിയപ്പെടുന്ന തടാകം ഏതാണ്? ആംബർ തടാകമാണ്, ഓർക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ് പുലിക്കെട്ട് തടാകം. പൂർവ്വ തീരത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ലവണ തടാകം എന്നറിയപ്പെടുന്നത് പുലിക്കെട്ട് തടാകം. പൂർവ്വ തീരത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ലവണ തടാകം എന്നറിയപ്പെടുന്നത് ആരാ? പുലിക്കെട്ട് തടാകമാണ്. അങ്ങനെയെങ്കിൽ പൂർവ്വ തീരത്തെ ഏറ്റവും വലിയ ലവണ തടാകം എന്നറിയപ്പെടുന്നത് ആരാ? അത് ചിൽക്കയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പൂർവ്വ തീരത്തെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലവണ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്കയാണെങ്കിൽ പൂർവ്വ തീരത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ലവണ തടാകം എന്നറിയപ്പെടുന്നത് ആരാണ്? അത് പുലിക്കെട്ട് തടാകമാണ്. വേണാട് ദ്വീപ്, ശ്രീഹരിക്കോട്ട ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്ന തടാകം പുലിക്കെട്ട് തടാകം. വേണാട് ദ്വീപ് അങ്ങ് പഠിച്ചു വെച്ചോളണേ, എല്ലാരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. വേണാട് ദ്വീപ്, ശ്രീഹരിക്കോട്ട ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാ? പുലിക്കെട്ട് തടാകമാണ്. ബംഗാൾ ഉൾക്കടലിനെയും പുലിക്കെട്ട് തടാകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ദ്വീപാണ് ശ്രീഹരിക്കോട്ട ദ്വീപ്. ബംഗാൾ ഉൾക്കടലിനെയും പുലിക്കെട്ട് തടാകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ദ്വീപാണ് നമ്മുടെ സ്വന്തം ശ്രീഹരിക്കോട്ട ദ്വീപ്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പുലിക്കെട്ട് തടാകത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശാണ്. പൂർവ്വ തീരത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ലവണ തടാകം എന്നറിയപ്പെടുന്നത് പുലിക്കെട്ട് തടാകം. വേണാട് ദ്വീപ്, ശ്രീഹരിക്കോട്ട ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്ന തടാകം പുലിക്കെട്ട് തടാകം. ബംഗാൾ ഉൾക്കടലിനെയും പുലിക്കെട്ട് തടാകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ദ്വീപ് ശ്രീഹരിക്കോട്ട ദ്വീപാണ്, ഓർക്കുക. ഇനി നമുക്ക് മറ്റു കുറച്ച് ഇന്ത്യൻ തടാകങ്ങളും അവയുടെ പ്രത്യേകതയും കൂടെ പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മറ്റ് ഇന്ത്യൻ തടാകങ്ങളും അവയുടെ പ്രത്യേകതകളും. സാമ്പാർ തടാകം, രാജസ്ഥാൻ. സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. സാമ്പാർ തടാകത്തിലെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും ലവണത്വമുള്ള തടാകം എന്നറിയപ്പെടുന്നത് സാമ്പാർ തടാകമാണ്. സാമ്പാറിന് ഭയങ്കര ലവണമാണെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ സാമ്പാർ തടാകത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ലവണത്വമുള്ള തടാകം സാമ്പാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ലവണ തടാകം എന്നറിയപ്പെടുന്നത് സാമ്പാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ലവണ തടാകം എന്നറിയപ്പെടുന്നത് സാമ്പാർ തടാകമാണ്, ഓർക്കുക. ഒന്നുകൂടി പറയാം, സാമ്പാർ തടാകത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. രാജസ്ഥാനിലാണ് സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ലവണത്വമുള്ള തടാകം എന്നറിയപ്പെടുന്നത് സാമ്പാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ലവണ തടാകം എന്നറിയപ്പെടുന്നത് സാമ്പാർ തടാകമാണ്. അടുത്തതാണ് ചോലാമു തടാകം. ചോലാമു തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? സിക്കിമാണ്. ഇപ്പൊ തന്നെ കാര്യം മനസ്സിലായി കാണാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്നറിയപ്പെടുന്നത് ആരാ? ഈ ചോലാമു തടാകമാണ്, ഓർക്കുക. അപ്പോ ചോലാമു തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? സിക്കിമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്നറിയപ്പെടുന്നത് ആരാ? ചോലാമു തടാകം എവിടെയാ? സിക്കിമിലാണ്. അടുത്തതാണ് കൻവാർ തടാകം, ബീഹാർ. എന്താണ് കൻവാർ തടാകം? ബീഹാർ. ഏത് സംസ്ഥാനത്താ കൻവാർ തടാകം? ബീഹാർ സംസ്ഥാനത്തില്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം എന്നറിയപ്പെടുന്നത് കൻവാർ തടാകം, ബീഹാർ ആണ്. ഈ കഴിഞ്ഞൊരു PSC എക്സാമിന് അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൻവാർ തടാകത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം എന്നറിയപ്പെടുന്നത് ഏതാ? കൻവാർ തടാകമാണ്. ഗന്ദകി നദി രൂപീകരിക്കുന്ന ഓക്സ്ബോ തടാകം എന്നറിയപ്പെടുന്നത് കൻവാർ തടാകമാണ്. ഗന്ദകി നദി രൂപീകരിക്കുന്ന ഓക്സ്ബോ തടാകം എന്നറിയപ്പെടുന്നത് കൻവാർ തടാകമാണ്. എന്താ സുഹൃത്തുക്കളെ ഓക്സ്ബോ തടാകം എന്ന് പറഞ്ഞാല്?
ഒരു നദി ഇങ്ങനെ ഒഴുകി വന്നിട്ട് പെട്ടെന്ന് വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയാണെന്ന് കരുതുക. അതിനുശേഷം പെട്ടെന്ന് ഒരു പ്രളയം ഉണ്ടാകുന്ന സമയത്ത് നദി എന്ത് ചെയ്യും? നേരെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന പരിപാടി നിർത്തിയിട്ട് നേരെ ഒഴുകും. ഇങ്ങനെ നേരെ ഒഴുകുന്ന സമയത്ത് നേരത്തെ വളഞ്ഞു പുളഞ്ഞു ഒഴുകിയ പ്രദേശത്ത് എന്ത് ചെയ്യും? ജലം ഇങ്ങനെ ഒരു തടാകം പോലെ കെട്ടിക്കിടക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം അപ്പൊ ആരാ? കൻവാർ തടാകം. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ബീഹാർ ആണ്. ഇത് ഏത് നദിയാ രൂപീകരിക്കുന്നത്? ഗണ്ഡകി നദിയാണ് രൂപീകരിക്കുന്നത്. നല്ല പോയിന്റ് ആണ്, ഓർക്കണേ. ഗണ്ഡകി നദി രൂപീകരിക്കുന്ന ഓക്സ്ബോ തടാകമാണ് കൻവർ തടാകം, ഓർക്കുക. അടുത്തതാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ, ഉത്തർപ്രദേശ്. മറക്കരുത്, ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം എന്നറിയപ്പെടുന്നത് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ്, ഓർക്കണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം എന്നറിയപ്പെടുന്നത് ഏതാ? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ് ആണ്. റിഹാന്ത് ഡാമിന്റെ ഭാഗമായി കാണപ്പെടുന്ന തടാകം എന്നറിയപ്പെടുന്നത് ഏതാ? അത് ഈ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ്, ഓർക്കുക. അപ്പോ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം രൂപപ്പെട്ടിരിക്കുന്നത് റിഹാന്ത് ഡാമിന്റെ ഭാഗമായിട്ടാണ്, അത് ഓർക്കുക. ഈ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഉത്തർപ്രദേശിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത അല്ലെങ്കിൽ കൃത്രിമമായി നിർമ്മിച്ച തടാകം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? നമ്മുടെ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകമാണ്, ഓർക്കുക. അടുത്തതാണ് ഗോവിന്ദ് സാഗർ തടാകം, ഹിമാചൽ പ്രദേശ്. രണ്ടും രണ്ടാണ്. ഗോവിന്ദ് സാഗർ തടാകം, ഹിമാചൽ പ്രദേശ്. ഭക്ര ഡാമിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന കൃത്രിമ തടാകം അറിയപ്പെടുന്ന പേരാണ് ഗോവിന്ദ് സാഗർ തടാകം, ഹിമാചൽ പ്രദേശ്. തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോവുക. ഗോവിന്ദ് സാഗർ തടാകമാണെങ്കിൽ അത് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകത എന്താ? ഭക്ര ഡാമിൽ സ്ഥിതി ചെയ്യുന്ന കൃത്രിമ തടാകമാണ് ഏത്? ഗോവിന്ദ് സാഗർ തടാകം. അടുത്തതാണ് നാഗാർജുന സാഗർ തടാകം, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാല് ബോർഡർ ഷെയർ ചെയ്യുന്നതിന് ഇടയ്ക്കാണ് ആര് കിടക്കുന്നത്? ഈ നാഗാർജുന സാഗർ തടാകം കിടക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ട് സംസ്ഥാനത്തിനും ഒരുപോലെ അവകാശമുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നാഗാർജുന സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം എന്നറിയപ്പെടുന്നത് നാഗാർജുന സാഗർ തടാകമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം എന്നറിയപ്പെടുന്നത് നാഗാർജുന സാഗർ തടാകമാണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തെലുങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളുടെ ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും കൂടെ ഓർത്ത് വെക്കുക. അടുത്തതാണ് നൽ സരോവർ തടാകം, ഗുജറാത്ത്. ഏതാണ്? നൽ സരോവർ തടാകം, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം നൽ സരോവർ തടാകം, ഗുജറാത്ത്. ഇപ്പൊ അങ്ങോട്ട് പ്രീവിയസ് ആയി ചോദിച്ചതേ ഉള്ളേ. നൽ സരോവർ തടാകം ഗുജറാത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം എന്ന് ചോദിച്ചാൽ അത് നൽ സരോവർ തടാകം, ഗുജറാത്ത്. അടുത്തതാണ് ഹുസൈൻ സാഗർ തടാകം, തെലുങ്കാന. ഏതാണ്? ഹുസൈൻ സാഗർ തടാകം, തെലുങ്കാന. ഇവന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകം എന്നറിയപ്പെടുന്നത് ഹുസൈൻ സാഗർ തടാകമാണ്. പ്രീവിയസ് ആണ്. ഹുസൈൻ സാഗർ തടാകം തെലുങ്കാനയുടെ പ്രത്യേകത എന്താണ്? ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകം എന്നറിയപ്പെടുന്നത് ഹുസൈൻ സാഗർ തടാകമാണ്. മുസി നദിയിൽ നിന്നും ജലം ഒഴുകിയെത്തുന്ന തടാകം എന്നറിയപ്പെടുന്നത് ഹുസൈൻ സാഗർ തടാകം. ഇങ്ങനെയും PSC ചോദിച്ചിട്ടുണ്ട്. മുസി നദിയിൽ നിന്നും ജലം ഒഴുകിയെത്തുന്ന തടാകം എന്നറിയപ്പെടുന്നത് ഹുസൈൻ സാഗർ തടാകമാണ്. ഹുസൈൻ സാഗർ തടാകത്തിന്റെ മധ്യഭാഗത്തായി ശ്രീബുദ്ധ പ്രതിമ സ്ഥിതി ചെയ്യുന്നു. പിക്ചർ എടുത്ത് നോക്കിയാൽ മതി, കാണാൻ നിങ്ങൾക്ക്. ഹുസൈൻ സാഗർ തടാകത്തിന് മധ്യഭാഗത്തായി കാണപ്പെടുന്നത് ആരുടെ പ്രതിമയാ? ശ്രീബുദ്ധന്റെ പ്രതിമയാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്തതാണ് രൂപകുണ്ട് തടാകം, ഉത്തരാഖണ്ഡ്. എന്താണ്? രൂപകുണ്ട് തടാകം, ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ അസ്ഥികൂട തടാകം എന്നറിയപ്പെടുന്നത് രൂപകുണ്ട് തടാകം, ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ അസ്ഥികൂട തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? രൂപകുണ്ട് തടാകം, ഉത്തരാഖണ്ഡ്. രൂപകുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇവന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ അസ്ഥികൂട തടാകം എന്നറിയപ്പെടുന്നത് ആരാ? ഈ പറഞ്ഞിരിക്കുന്ന രൂപകുണ്ട് തടാകമാണ്. അസ്ഥികൂട തടാകം എന്ന് പറയുന്നതിന് കാരണം ചോദിച്ചാല് ഏകദേശം 1945 അവിടെ ഈ പറഞ്ഞിരിക്കുന്ന രൂപകുണ്ട് തടാകത്തിൽ ഒരു എക്സ്പ്ലോറേഷൻ നടന്നു. അവിടെ വെച്ചിട്ട് ഏകദേശം 10,000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഏകദേശം 200ഓളം അസ്ഥികൂടങ്ങള് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ അസ്ഥികൂട തടാകം എന്ന് ആരറിയപ്പെടുന്നത്? രൂപകുണ്ട് തടാകം അറിയപ്പെടുന്നത്, ഓർക്കുക. അടുത്തതാണ് ഡുംബൂർ തടാകം, ത്രിപുര. എന്താണ്? ഡുംബൂർ തടാകം, ത്രിപുര.
കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഡുംബൂർ തടാകം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കുക. PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളാണ് ഇങ്ങനെയുള്ളത്. കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഡുംബൂർ തടാകം. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ത്രിപുര. അടുത്തതാണ് പമ്പ സരോവർ തടാകം, കർണാടക. ഏതാണ്? പമ്പ സരോവർ തടാകം, കർണാടക. കേരളത്തിലെ നദിയുടെ പേരിൽ അറിയപ്പെടുന്ന കർണാടകത്തിലെ തടാകം എന്ന് ചോദിച്ചാൽ അത് പമ്പ സരോവർ തടാകം, കർണാടക. തെറ്റിപ്പോവല്ലേ. പമ്പ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? കർണാടകമാണ്. കേരളത്തിലെ നദിയുടെ പേരിൽ അറിയപ്പെടുന്ന കർണാടകത്തിലെ തടാകം ഏതാണ്? അത് പമ്പ സരോവർ തടാകമാണ്. ഉപോഷ്ണ ഗുരുമർദ്ധ മേഖലയിൽ നിന്നും ഉപദ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകൾ അറിയപ്പെടുന്ന പേരെന്താ? പശ്ചിമവാദങ്ങൾ എന്ന്. സ്ഥിരവാദങ്ങൾ. വർഷം മുഴുവൻ ഒരു പ്രത്യേക ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളെയാണ് സ്ഥിരവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. വർഷം മുഴുവൻ ഒരു പ്രത്യേക ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളെയാണ് സ്ഥിരവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ഭ്രമണവും ഉപരിതലത്തിലെ ചൂടാകുന്നതിലെ വ്യത്യാസവുമാണ് പ്രധാനമായും സ്ഥിരവാദങ്ങൾ ഉണ്ടാകാൻ കാരണം. ഭൂമിയുടെ ഭ്രമണവും ഉപരിതലത്തിൽ ചൂടാകുന്നതിലുള്ള വ്യത്യാസവുമാണ് സ്ഥിരവാതകങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങളിൽ ഒന്നാണ് വാണിജ്യവാദങ്ങൾ. പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങളിൽ ഒന്നാമത്തത് ആരാണ്? വാണിജ്യവാദങ്ങൾ. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് വാണിജ്യവാദങ്ങൾ അഥവാ ട്രേഡ് വിൻസ് എന്നറിയപ്പെടുന്നത്. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലകളിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് വാണിജ്യവാദങ്ങൾ അഥവാ ട്രേഡ് വിൻസ് എന്നറിയപ്പെടുന്നത്. വടക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിലും തെക്കൻ അർദ്ധഗോളത്തിൽ തെക്കു കിഴക്ക് ദിശയിലും വീശുന്ന കാറ്റുകളെ എന്ന് ചോദിച്ചാൽ അത് വാണിജ്യവാദങ്ങളാണ്. ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വടക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിലും തെക്കേ അർദ്ധഗോളത്തിൽ തെക്കു കിഴക്ക് ദിശയിലും വീശുന്ന കാറ്റുകളെ എന്ന് ചോദിച്ചാൽ അത് വാണിജ്യവാദങ്ങളാണ്. പശ്ചിമവാദങ്ങൾ. രണ്ടാമതേതാണ് പശ്ചിമവാദങ്ങൾ. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ധ്രുവീയ നിമ്നമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്ട്രേൽസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്ട്രേൽസ് എന്ന് വെച്ചാൽ എന്താണ്? ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലകളിൽ നിന്നും ധ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. മധ്യ അക്ഷാംശങ്ങളിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഇവ വീശുന്നത്. മധ്യ അക്ഷാംശങ്ങളില് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് വീശുന്ന കാറ്റുകളെ എന്ന് ചോദിച്ചാൽ അത് പശ്ചിമവാദങ്ങളാണ്. ധ്രുവീയ പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ എസ്ട്രൈൻസ് നമ്മൾ വിളിക്കും. ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ധ്രുവീയ ഉയർന്ന മർദ്ദ മേഖലകളിൽ നിന്നും ഉപധ്രുവീയ താഴ്ന്ന മർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്താ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുവീയ ഉയർന്ന മർദ്ദ മേഖലകളിൽ നിന്നും ധ്രുവീയ താഴ്ന്ന മർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. തണുത്തതും വരണ്ടതുമായ കാറ്റുകളാണ് ധ്രുവീയ പൂർവ്വവാദങ്ങള്. തണുത്തതും വരണ്ടതുമായ കാറ്റുകളാണ് ആര്? ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറയുന്നത് ഓർക്കുക. കാലിക വാദങ്ങൾ. എന്താണ് കാലിക വാദങ്ങൾ? വർഷത്തിലെ വിവിധ സമയങ്ങളിൽ ദിശ മാറുന്ന കാറ്റുകളെയാണ് കാലീയവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. വർഷത്തിലെ വിവിധ സമയങ്ങളിൽ ദിശ മാറി വീശുന്ന കാറ്റുകളെയാണ് കാലീയവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ഇവയുടെ ദിശയ്ക്ക് മാറ്റം വരുന്നു. കാലീയവാദങ്ങൾക്ക് ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശയിലെ മാറ്റം വരുന്നു. പ്രധാനപ്പെട്ട കാലീയവാദങ്ങൾ നമുക്കൊന്ന് നോക്കാം. മൺസൂൺ കാറ്റുകളപ്പോൾ കാലികവാദത്തിന് ഉദാഹരണമാണ്. ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. വേനൽക്കാലത്ത് കടലിൽ നിന്നും കരയിലേക്കും ശൈത്യകാലത്ത് കരയിൽ നിന്നും കടലിലേക്കും വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകള്. ശ്രദ്ധിച്ചോളനെ. വേനൽക്കാലത്ത് കടലിൽ നിന്നും കരയിലേക്കും ശൈത്യകാലത്ത് കരയിൽ നിന്നും കടലിലേക്കും വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്ക് മൺസൂണും ഓർത്തോളനെ. ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്ക് മൺസൂണും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ വീശുന്ന മൺസൂൺ കാറ്റുകളാണ്. കടൽക്കാറ്റും കരക്കാറ്റും. രണ്ടാമത്തേതാരാണ്? കടൽക്കാറ്റും കരക്കാറ്റും. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്കും രാത്രിയിൽ കരയിൽ നിന്നും കടലിലേക്കും വീശുന്ന പ്രാദേശിക കാറ്റുകളാണ്
കടൽക്കാറ്റെന്നും കരക്കാറ്റെന്നും അറിയപ്പെടുന്നത്. അപ്പോൾ കടൽക്കാറ്റെന്നും കരക്കാറ്റെന്നും അറിയപ്പെടുന്നത് എന്തൊക്കെയാ? പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നതും രാത്രിയിൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന പ്രാദേശിക കാറ്റുകളാണ് കടൽക്കാറ്റെന്നും കരക്കാറ്റെന്നും അറിയപ്പെടുന്നത്. താഴ്വരക്കാറ്റും മലക്കാറ്റും. താഴ്വരക്കാറ്റും മലക്കാറ്റും. മലമ്പ്രദേശങ്ങളിൽ പകൽ സമയത്ത് താഴ്വരയിൽ നിന്നും മല മുകളിലേക്ക് വീശുകയും രാത്രിയിൽ മലമുകളിൽ നിന്നും താഴ്വരകളിലേക്കും വീശുന്ന കാറ്റുകളാണ് താഴ്വരക്കാറ്റെന്നും മലക്കാറ്റെന്നും അറിയപ്പെടുന്നത്. ഓർത്തോളനെ, പകൽ സമയങ്ങളിൽ താഴ്വരയിൽ നിന്നും മലമുകളിലേക്ക് വീശുകയും രാത്രി മലമുകളിൽ നിന്നും താഴ്വരയിലേക്ക് വീശുകയും ചെയ്യുന്ന കാറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് താഴ്വരക്കാറ്റെന്നും മലക്കാറ്റെന്നും. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ് കേട്ടോ. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആരാ? ആഗ്നേയ ശിലകളാണ്. ആദ്യമായി നമ്മൾ പോകാൻ പോകുന്നത് ആഗ്നേയ ശിലയിലേക്കാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. ലാറ്റിൻ ഭാഷയിൽ അഗ്നിയിൽ നിന്നും രൂപപ്പെട്ടു എന്ന അർത്ഥം വരുന്ന ശില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഗ്നേയ ശിലയാണ്. പഠിച്ചോളനെ, ലാറ്റിൻ ഭാഷയില് അഗ്നിയിൽ നിന്നും രൂപപ്പെട്ടു എന്ന അർത്ഥം വരുന്ന ശിലകളെ എന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലകളാണ്. ഭൗമാന്തർ ഭാഗത്തുള്ള ശിലാദ്രവ്യം അതിന് അറിയപ്പെടുന്ന പേരാണ് മാഗ്മ അല്ലെങ്കിൽ ലാവ കേട്ടോ. ഇത് തണുത്തുറഞ്ഞ് രൂപാന്തരപ്പെടുന്നവയാണ് ആഗ്നേയ ശിലകൾ. പഠിക്കുക, ഭൗമാന്തർ ഭാഗത്തുള്ള ശിലാദ്രവം അല്ലെങ്കിൽ മാഗ്മയും ലാവയും തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നവയാണ് ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുന്നത്. മാഗ്മയുടെ തണുക്കലും ഘനീഭവിക്കലും ഭൂവൽക്കത്തിനുള്ളിലോ ഭൗമോപരിതലത്തിലോ നടക്കാം. അപ്പൊ മാഗ്മ ഒന്നുകിൽ എന്ത് ചെയ്യാം? ഭൂവൽക്കത്തിൽ വെച്ച് തന്നെ തണുത്ത് ഘനീഭവിക്കാം. ഘനീഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഖരരൂപത്തിലാവുക. ഖരരൂപത്തിലോട്ടാകാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് ഭൗമോപരിതലത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ വന്നിട്ട് തണുക്കുകയോ ഘനീഭവിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ആഗ്നേയശില രൂപീകരിക്കുന്നതെന്നാണ്. സുഹൃത്തുക്കൾ, ചിത്രത്തിലേക്ക് നോക്കുക. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഇവിടെ തിളച്ചു മറിയുന്ന മാഗ്മയുണ്ട്. ഈ മാഗ്മ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയിലെ വിള്ളലുകൾക്കിടയിലൂടെ പുറത്തേക്ക് വരുന്നു. ഭൂമിയുടെ വിള്ളലുകൾക്കിടയിലൂടെ പുറത്തേക്ക് വരികയും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന മാഗ്മ എന്ത് ചെയ്യും? താഴേക്ക് ഒഴുകുകയും ചെയ്യും അല്ലെ? താഴേക്ക് മാഗ്മ ഒഴുകുകയും ചെയ്യും. ഈ മാഗ്മ അല്ലെങ്കിൽ ലാവ എന്ത് ചെയ്യും? അവിടെ നിന്നിട്ട് തണുക്കും. ഇങ്ങനെ തണുത്താണ് നമ്മുടെ ആഗ്നേയ ശിലകള് രൂപപ്പെടുന്നത്. അപ്പൊ ഇനി സുഹൃത്തുക്കൾ മറക്കില്ലല്ലോ, അഗ്നിയിൽ നിന്നാണ് അല്ലെങ്കിൽ ചുട്ടുപഴുത്തു കിടക്കുന്ന മാഗ്മ അല്ലെങ്കിൽ ലാവയിൽ നിന്നാണ് ആരുണ്ടാകുന്നത്? ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. ആരാ ഉണ്ടാകുന്നത് സുഹൃത്തുക്കളെ? ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. ഒന്നുകൂടി പറയാം, ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയശില. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. ലാറ്റിൻ ഭാഷയിൽ അഗ്നിയിൽ നിന്നും രൂപപ്പെട്ടത് എന്ന അർത്ഥം വരുന്ന ശിലകളെ എന്ന് ചോദിച്ചാൽ അത് ആഗ്നേയശിലകളാണ്. ഭൗമാന്തർ ഭാഗത്തുള്ള ശിലാദ്രവം അതായത് മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നവയാണ് ആഗ്നേയ ശിലകള്. മാഗ്മയുടെ തണുക്കലും ഘനീഭവിക്കലും എന്ന് വെച്ചാൽ ഖരമായി മാറുന്നതും ഭൂവൽക്കത്തിന് അകത്ത് വെച്ചോ ഭൗമോപരിതലത്തിന് പുറത്തു വെച്ചോ നടക്കാം. ഇത്രയും ഭാഗം സുഹൃത്തുക്കള് പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ആഗ്നേയശില ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാല് ചുട്ടുപഴുത്തു കിടക്കുന്ന മാഗ്മ അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ള മാഗ്മ അല്ലെങ്കിൽ ലാവ ഭൂമിയിലെ വിള്ളലുകളിലൂടെ പുറത്തു വരികയും ഇങ്ങനെ പുറത്തു വരുന്ന മാഗ്മ വളരെ വേഗം തണുക്കുകയും ഇങ്ങനെ തണുത്തു രൂപപ്പെടുന്ന ശിലകൾ അറിയപ്പെടുന്ന പേരാണ് ആഗ്നേയ ശിലകൾ. പഠിക്കുക. ഭൗമാന്തർ ഭാഗത്ത് വെച്ച് മാഗ്മ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയ ശിലകളുടെ തരികൾക്ക് വലുപ്പം കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് PSC ഇപ്പൊ ചോദിക്കുന്നത് കേട്ടോ. ഭൗമാന്തർ ഭാഗത്ത് അതായത് ഭൂമിയുടെ അകത്ത് വെച്ച് മാഗ്മ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയശിലകളുടെ തരികൾക്ക് എന്തായിരിക്കും? വലിപ്പം താരതമ്യേന കൂടുതലായിരിക്കും. മാഗ്മയുടെ സാവധാനത്തിലുള്ള തണുക്കലാണ് ഇതിനു കാരണം. അപ്പൊ ഇതിന് കാരണം എന്തെന്ന് ചോദിച്ചാല് മാഗ്മയുടെ സാവധാനത്തിലുള്ള തണുക്കലാണ്. മാഗ്മ എന്ന് പറയുന്നത് നമുക്കറിയാം അതീവ താപനിലയുള്ള ഒരു സാധനമാണ് അല്ലെ മാഗ്മ എന്ന് പറയുന്നത്. ഇത് ഭൂമിയുടെ അടിയിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാല് ഇവന്റെ തണുക്കല് വളരെ സ്ലോ ആയിരിക്കും. വളരെ സാവധാനം മാത്രമേ തണുക്കുള്ളൂ. കാരണം ഭൂമിയുടെ അടിയിൽ ഓൾറെഡി നല്ല ചൂടുണ്ട്. അതിന്റെ കൂടെ ഈ മാഗ്മയുടെ ചൂടും കൂടെ ഉണ്ട്. അപ്പൊ ഈ മാഗ്മ എന്ത് ചെയ്യണം? തണുക്കാനായിട്ട് സമയം കൂടുതലെടുക്കും. അങ്ങനെ തണുത്തു വരുന്ന ആഗ്നേയശിലകൾക്ക് എന്തായിരിക്കും പ്രത്യേകത? അവയുടെ തരികളുടെ വലിപ്പം കൂടുതലായിരിക്കും. ഭൗമോപരിതലത്തിൽ വെച്ച് മാഗ്മ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയശിലകളുടെ തരികൾക്ക് വലിപ്പം കുറവായിരിക്കും. ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാല് മാഗ്മയുടെ പെട്ടെന്നുള്ള തണുക്കലാണ് കാരണം.
അപ്പോ ഭൗമ ഉപരിതലത്തിൽ വെച്ചാൽ ഭൂമിയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ, ഭൂമിയുടെ മുകളിൽ മാഗ്മ വന്നു കഴിഞ്ഞാൽ വളരെ വേഗം മാഗ്മ തണുക്കും, വളരെ വേഗം അവിടെ താപം കൈമാറ്റം ചെയ്യപ്പെടുകയും മാഗ്മ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, തണുത്തുറയുകയും ചെയ്യും. ഇങ്ങനെ പെട്ടെന്ന് മാഗ്മ തണുത്തുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന ആഗ്നേയശിലകളുടെ തരികളുടെ വലിപ്പം എന്തായിരിക്കും, കുറവായിരിക്കും. തരികളുടെ വലിപ്പം കുറവായിരിക്കും. കണ്ടോ സുഹൃത്തുക്കളെ, ഒബ്സ്റ്റീഡിയൻ എന്ന് എഴുതിയേക്കുന്നുണ്ടോ? ഈ ഒബ്സ്റ്റീഡിയന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇത് റാപ്പിഡ് ലാവ കൂളിംഗ്, അല്ലെങ്കിൽ മാഗ്മയോ ലാവയോ റാപ്പിഡ് ആയിട്ട് വളരെ വേഗം തണുക്കുമ്പോഴാണ് ഈ ഒബ്സീഡിയൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോണുകൾ ഉണ്ടാകുന്നത്. എന്നാൽ നേരെ സ്ലോ മാഗ്മ കൂളിംഗ് സമയത്താണ് ഗ്രാനൈറ്റ് രൂപപ്പെടുന്നത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സന്ദർഭമില്ലേ, ആ സമയത്താണ് ഗ്രാനൈറ്റ് രൂപപ്പെടുന്നത്. ഇനി ഒബ്സീഡിയൻ ആണെങ്കിൽ എപ്പോഴാണ്? അത് വളരെ വേഗം നമ്മുടെ മാഗ്മ തണുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. പഠിക്കുക. അപ്പോൾ മാഗ്മയുടെ പെട്ടെന്നുള്ള തണുക്കൽ എന്തിന് കാരണമാകും? ആഗ്നേയശിലകളുടെ തരികളുടെ വലിപ്പം ചെറുതാകുന്നതിന് കാരണമാകും. മാഗ്മ സാവധാനം തണുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗ്നേയശിലകളുടെ തരികളുടെ വലിപ്പം എന്തായിരിക്കും? കൂടുതലായിരിക്കും. പഠിക്കുക. ആഗ്നേയശിലകൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതാണ് PSCയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരം കാണുന്ന ചോദ്യമാണ്. ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്രാനൈറ്റ്, ഗാബ്രോ, ഗ്രാനൈറ്റ്, ഗാബ്രോ. പെഗ്മാറ്റൈറ്റ്, പെഗ്മാറ്റൈറ്റ്. ബസാൾട്ട്, ബസാൾട്ട്. അഗ്നിപർവ്വതജന്യ ബ്രാച്ചിയ, അഗ്നിപർവ്വതജന്യ ബ്രാച്ചിയ. ടഫ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു 6 ഉദാഹരണങ്ങൾ നമ്മൾ അങ്ങ് പഠിച്ചു വെക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങളാണിത്, അതുകൊണ്ട് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. ആഗ്നേയ ശിലകളുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഗ്രാനൈറ്റ്, ഗാബ്രോ, പെഗ്മാറ്റൈറ്റ്, ബസാൾട്ട്, അഗ്നിപർവ്വതജന്യ ബ്രാച്ചിയ, അതുപോലെ ടഫ്. ഇത്രയും സുഹൃത്തുക്കളെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതാണ് അവസാദ ശിലകൾ. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. കണ്ടോ, അടുക്കടുക്ക് രൂപത്തിൽ ഇരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോ അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. ഊറിക്കുടിക്കുന്നത് എന്ന് ലാറ്റിൻ ഭാഷയിൽ അർത്ഥമുള്ള ശിലകൾ ചോദിച്ചാൽ അത് അവസാദ ശിലകളാണ്. ഊറിക്കുടിക്കുന്നത് എന്ന് ലാറ്റിൻ ഭാഷയിൽ അർത്ഥമുള്ള ശിലകളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവസാദ ശിലകളാണ്. അവസാദ ശിലകളുടെ രൂപീകരണം നമുക്കൊന്ന് നോക്കാം. കായാന്തരിക ശിലകളും ആഗ്നേയ ശിലകൾ എന്നിവ വിവിധ തരത്തിലുള്ള അപക്ഷയ അപരദന പ്രക്രിയയിലൂടെ പൊടിഞ്ഞ് അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പതിക്കുന്നു. ഇങ്ങനെ പതിക്കുന്ന അവസാദങ്ങൾക്ക് മുകളിൽ മറ്റ് അവസാദങ്ങൾ വീണ് പാളികളായി രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ രൂപപ്പെടുന്ന പാളികൾ കാലക്രമേണ ഉറച്ചു രൂപപ്പെടുന്നതാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. സുഹൃത്തുക്കൾ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ ചിത്രത്തിലേക്ക് നോക്കുക, വേറെ ഒന്നുമില്ല. ഈ ചിത്രത്തിൽ കണ്ടോ സുഹൃത്തുക്കളെ, താഴേക്ക് സെഡിമെന്റ്സ്, സെഡിമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാദം. ഈ അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വീഴുന്നു. ഈ അവസാദങ്ങൾ എവിടെ നിന്നാ ഉണ്ടായത് ചോദിച്ചാല് കായാന്തരിക ശിലകൾക്കും അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾക്കോ അപക്ഷയവും അപരദനവും സംഭവിച്ച് ക്ഷയിച്ചു പൊടിഞ്ഞുണ്ടാകുന്നതാണ് ഈ സെഡിമെന്റ്സ് അഥവാ അവസാദങ്ങൾ എന്ന് പറയുന്നത്. ഈ അവസാദങ്ങൾ എല്ലാം കൂടി എങ്ങനെയാണ് താഴ്ന്ന പ്രദേശത്തേക്ക്, ഭൂമിയുടെ താഴ്ച കൂടിയ പ്രദേശത്തേക്ക് വന്ന് വീഴുകയും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അവന്മാർ എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് വീഴുകയും ചെയ്യും അല്ലേ? ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വന്ന് വീഴും. ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വന്ന് വീണ് ഇവരെന്ത് ചെയ്യും? അവിടെ വെച്ച് അങ്ങ് ഉറച്ച് ദൃഢമായിട്ടുള്ള ശിലകളായിട്ട് മാറും. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവസാദ ശിലകൾ എന്ന്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അവസാദ ശിലകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ദൃഢീകരണം. ഇങ്ങനെ അവസാദ ശിലകൾ രൂപപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ദൃഢീകരണം. പല അവസാദ ശിലകളും ദൃഢീകരണം മൂലം അവയ്ക്ക് തനത് സവിശേഷത നിലനിർത്തുന്നു. പല അവസാദ ശിലകളും ദൃഢീകരണം മൂലം അവയുടെ തനത്, അതായത് കൃത്യമായിട്ട് അവരുടെ എന്താണ് സ്വഭാവം, ആ സ്വഭാവം നിലനിർത്തുന്ന ശിലകളായിരിക്കും. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഈസിയാണ്. അവസാദ ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുക്കു ശിലകൾ എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ ചിത്രത്തിലേക്ക് നോക്കൂ സുഹൃത്തുക്കളെ, കണ്ടോ, അടുക്കടുക്കായിട്ടല്ലേ അവസാദ ശിലകൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവനെ വിളിക്കുന്ന പേരാണ് അടുക്കു ശിലകൾ എന്ന്. ഊറിക്കുടിക്കുന്നത് എന്ന് ലാറ്റിൻ ഭാഷയിൽ അർത്ഥമുള്ള ശിലകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവസാദ ശിലകളാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? അവസാദ ശിലയുടെ രൂപീകരണമാണ് പറഞ്ഞത്. അവസാദ ശിലയുടെ രൂപീകരണം ഒന്നുമില്ല,
കായാന്തരിക ശിലകളോ അല്ലെങ്കിൽ ആഗ്നേയ ശിലകളോ അപക്ഷയമും അതുപോലെ തന്നെ അപരദന പ്രക്രിയയിലുമൂടെ പൊടിഞ്ഞാണ് അവസാദങ്ങൾ രൂപപ്പെടുന്നത്. ഈ അവസാദങ്ങളെല്ലാം കൂടി ഭൂമിയിലെ താഴ്ന്ന പ്രദേശത്ത് നിക്ഷേപിക്കപ്പെടുന്നു. ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി നിക്ഷേപിക്കപ്പെടുന്ന അവസാദങ്ങൾ ഉറച്ച് രൂപപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ദൃഢീകരണം. ഇങ്ങനെ അവസാദങ്ങൾ കൂടിച്ചേർന്നിട്ടേ നമ്മുടെ അവസാദ ശില ഉണ്ടാവില്ല സുഹൃത്തുക്കളെ, അതിനെ വിളിക്കുന്ന പേരാണ് ദൃഢീകരണം എന്ന്. ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ദൃഢീകരണം എന്ന്. പല അവസാദ ശിലകള് ദൃഢീകരണം മൂലം അവയുടെ തനത് സവിശേഷത നിലനിർത്തുന്നു. ഇതുകൂടി ഒന്ന് പഠിക്കുക. അവസാദ ശിലയുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നു. അവസാദ ശിലയുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാദ ശിലയെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ആദ്യത്തേതാണ് ബലാകൃതമായി രൂപപ്പെട്ടവ. ബലാകൃതമായി രൂപപ്പെട്ടവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാഹ്യബലങ്ങളുടെ സ്വാധീനത്താൽ അവസാദങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് ബലാകൃതമായി രൂപപ്പെട്ടവ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്നറിയപ്പെടുന്നു. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ബലത്തിന്റെ സ്വാധീനത്താല് ഈ പറഞ്ഞ അവസാദങ്ങൾ എല്ലാം കൂടിച്ചേരുകയും അവിടെ വെച്ച് അത് കട്ടിയുള്ള ഒരു ശിലയായി മാറുകയും ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള അവസാദ ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകള്. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ് ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബാഹ്യബലത്തിന്റെ ഏതെങ്കിലും സ്വാധീനത്തിൽ, അത് കാറ്റായിരിക്കാം, മഴയായിരിക്കാം, ഒഴുകുന്ന ജലമായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം, ഇങ്ങനെ ഒരു ബാഹ്യബലത്തിന്റെ സ്വാധീനത്താല് അവസാദങ്ങൾ എല്ലാം കൂടി ഒരു സ്ഥലത്ത് വന്ന് കൂട്ടപ്പെടുകയും അവിടെ വെച്ച് ഈ അവസാദങ്ങൾ എല്ലാം ചേർന്ന് കട്ടിപിടിച്ച് അവസാദ ശിലയായിട്ട് മാറുകയാണെന്ന് കരുതുക. ഇത്തരത്തിലുള്ള ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബലാകൃതമായി രൂപപ്പെട്ടവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകളുടെ ഉദാഹരണം പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കണം നമ്മൾ. മണൽക്കല്ല്, കൺകളോമൈറ്റ്. എന്താണ് കൺകളോമൈറ്റ്? ചുണ്ണാമ്പ് കല്ല്, ഷെയിൽസ്, അതുപോലെ തന്നെ ലെസ്. ഇത്രയും പഠിച്ചോളണേ. പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ടെക്സ്റ്റ് ബുക്കുകളിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവസാദ ശിലകളെ നമ്മൾ തരംതിരിച്ച് പഠിക്കാനുള്ള കാരണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞു പോകുന്നത് എല്ലാം അവസാദ ശിലകളുടെ ഉദാഹരണമാണ്. അപ്പോ സുഹൃത്തുക്കളെ ഈ ഭാഗം പഠിക്കുക. അടുത്തതാണ് ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ. ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെട്ട അവസാദ ശിലകളാണെങ്കിൽ അതിനെ ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന് പറയുന്നു. അപ്പൊ അവസാദ ശിലകളില് ജൈവികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ അവശിഷ്ടം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജൈവികമായി രൂപപ്പെട്ട ശിലകൾ എന്ന്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു അവസാദ ശില രൂപീകരിക്കുന്നത് എന്ന് കരുതുക. അത്തരം ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന. ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന് ചോദിച്ചാൽ കൽക്കരി ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കൽക്കരി. ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൽക്കരിയാണ്. പിന്നെയാണ് ഗീസറൈറ്റ്. എന്താണ് ഗീസറൈറ്റ്? ചോക്ക്, ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ല് വീണ്ടും വന്നേ, പഠിച്ചോളണേ. ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് ജൈവികമായി രൂപപ്പെടുന്ന അവസാദ ശിലകൾ. അതിന്റെ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കരി, ഗീസറൈറ്റ്, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്. കൽക്കരി, ഗീസറൈറ്റ്, ചോക്ക്, ചുണ്ണാമ്പ് കല്ല് പഠിക്കുക. മൂന്നാമത്തതാണ് രാസീയമായി രൂപപ്പെട്ട അവസാദങ്ങൾ. രാസപ്രക്രിയയിലൂടെ കടന്നുപോയി രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് രാസീയമായി രൂപപ്പെട്ട അവസാദ ശിലകള്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, രാസീയമായി രൂപപ്പെട്ട അവസാദ ശില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവസാദങ്ങൾ രാസപ്രക്രിയയിലൂടെ കടന്നുപോയി രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് രാസീയമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന്. അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട അവസാദ ശിലകളുടെ വകഭേദവും നമ്മൾ പഠിച്ചു കഴിഞ്ഞേ. മൂന്ന് പ്രധാനപ്പെട്ട അവരുടെ ഡിവിഷൻ നമ്മൾ പഠിച്ചേ.
അപ്പോ ആദ്യമായിട്ട് നമ്മൾ ഏതാണ് പറഞ്ഞതെന്ന് ചോദിച്ചാല് ബലാകൃതമായ രീതിയിൽ രൂപപ്പെട്ട അവസാദശിലകള്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ജൈവികമായ രീതിയിൽ രൂപപ്പെട്ട അവസാദശിലകള്. അവസാനം നമ്മൾ പറയുന്നു രാസീയമായി രൂപപ്പെട്ട അവസാദശിലകള്. അപ്പൊ രാസീയമായി രൂപപ്പെട്ട അവസാദശിലകളുടെ പ്രത്യേകത എന്താണ്? ഇത്തരം അവസാദശിലകൾക്ക് രാസപ്രക്രിയയിലൂടെ കടന്നുപോയായിരിക്കും രൂപപ്പെടുന്നത്. ഇത്തരം അവസാദങ്ങള് രാസപ്രക്രിയയിലൂടെ കടന്നു പോയിട്ട് എന്തായിട്ട് മാറുന്നു? അവസാദശിലയായിട്ട് മാറുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ചെർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ചെർട്ട്, ചുണ്ണാമ്പ് കല്ല് അവിടെയും വരുന്നു. ഹാലൈറ്റ്, പൊട്ടാഷ്. ഈ പൊട്ടാഷ് പ്രീവിയസ് ആണ്, പഠിച്ചോളണേ. രാസീയമായി രൂപപ്പെട്ട അവസാദങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാല് ചെർട്ട്, ചുണ്ണാമ്പ് കല്ല്, ഹാലൈറ്റ്, പൊട്ടാഷ്. ചെർട്ട്, ചുണ്ണാമ്പ് കല്ല്, ഹാലൈറ്റ്, പൊട്ടാഷ് പഠിച്ചോളുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കായാന്തരിത ശില. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ശില കായാന്തരിത ശില. പഠിച്ചോളനെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില എന്ന് ചോദിച്ചാൽ അത് കായാന്തരിത ശിലയാണ്. രൂപാന്തരം സംഭവിച്ചു എന്ന അർത്ഥം വരുന്ന ശിലകളെ എന്ന് ചോദിച്ചാൽ അത് കായാന്തരിത ശിലയാണ്. രൂപാന്തരം സംഭവിച്ചത് എന്ന അർത്ഥം വരുന്ന ശിലകളെ എന്ന് ചോദിച്ചാൽ അത് കായാന്തരിക ശിലകളാണ്. അടിസ്ഥാന ശിലകളിൽ മർദ്ദം, വ്യാപ്തി, ഊഷ്മാവ് ഇവയിലെ വ്യത്യാസം മൂലം രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് കായാന്തരിത ശിലകള്. പഠിച്ചോളനെ. അടിസ്ഥാന ശിലകളില് മർദ്ദത്തിലോ വ്യാപ്തിയിലോ ഊഷ്മാവിലോ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ശിലകൾക്ക് രൂപമാറ്റം സംഭവിക്കുകയും ഇവ കായാന്തരിത ശിലകളായിട്ട് മാറുകയും ചെയ്യും. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഒന്നുമില്ല, ഇവിടെ എന്താണ് എർത്തിന്റെ സർഫസ് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകും തോറും അവിടെ മർദ്ദത്തിൽ വ്യത്യാസം വരുന്നു. നമ്മൾ പഠിച്ചതാണ്. താപനിലയിൽ എന്ത് ചെയ്യുന്നു? വ്യത്യാസം ഉണ്ടാകുന്നു. ഇങ്ങനെ മർദ്ദത്തിലും താപനിലയിലും ഊഷ്മാവിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അടിസ്ഥാന ശിലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ആരാണ്? ആഗ്നേയ ശിലകളാണെന്ന്. ഇത്തരം ആഗ്നേയ ശിലകൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അവസാദ ശിലയ്ക്കോ രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്നവയാണ് കായാന്തരിത ശില എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കായാന്തരിത ശിലയുടെ ഉദാഹരണങ്ങളാണ്. നൈസോയിഡ്, ഗ്രാനൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിള്, ക്വാർട്സ്, സൈറ്റ്. ഇത്രയും പ്രധാനപ്പെട്ടതാണ് പഠിക്കുക. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാല് നൈസോയിഡ്, ഗ്രാനൈറ്റ്, സ്ലേറ്റ്, അതുപോലെ തന്നെ ഷിസ്റ്റ്, മാർബിള്, ക്വാർട്സൈറ്റ്. മാർബിള്, ക്വാർട്സൈറ്റ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം. സുഹൃത്തുക്കൾ പഠിക്കുക. ഇതിൽ തന്നെ ഗ്രാനൈറ്റ്, സ്ലേറ്റ്, അതുപോലെ തന്നെ മാർബിള്, ഇത് മൂന്നും പ്രീവിയസ് ചോദ്യമാണ്. വ്യക്തമായിട്ട് പഠിക്കുക. കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമായി. കേരളത്തിൽ ചീനക്കളിമണ്ണിൽ പ്രസിദ്ധമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് കുണ്ടറയാണ്. കേരളത്തിൽ ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ പ്രദേശം ഏതാണ്? കുണ്ടറയാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് കറുത്ത മണ്ണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് കറുത്ത മണ്ണ്. കരിമണ്ണെന്നും റിഗർ മണ്ണെന്നും ചെർണോസം എന്നും വെർട്ടിസോൾ എന്ന പേരിലും അറിയപ്പെടുന്ന മണ്ണിനം ചോദിച്ചാൽ കറുത്ത മണ്ണാണ്. പഠിച്ചോളനെ. കരിമണ്ണെന്നും റിഗർ മണ്ണെന്നും ചെർണോസം എന്നും വെർട്ടിസോൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം എന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. ഇത് റിഗർ മണ്ണും ചെർണോസവും ഒരുപാട് തവണ PSC പ്രീവിയസ് ചോദിച്ചതാണ്. പഠിക്കുക. കരിമണ്ണെന്നും റിഗർ മണ്ണെന്നും ചെർണോസം എന്നും വെർട്ടിസോൾ എന്ന പേരിലും അറിയപ്പെടുന്ന മണ്ണിനമേ എന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. വീണ്ടും വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനമേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറുത്ത മണ്ണാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ എക്കൽ സമതലങ്ങളുടെ ഭാഗമായും ചിറ്റൂരിലെ സമതല പ്രദേശങ്ങളിലും കറുത്ത മണ്ണ് കണ്ടുവരുന്നു. പഠിച്ചോളെ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ എക്കൽ സമതലങ്ങളുടെ ഭാഗമായും ചിറ്റൂരിലെ സമതല പ്രദേശങ്ങളിലും സാധാരണഗതിയിൽ കറുത്ത മണ്ണ് കണ്ടുവരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 100 മുതൽ 300 മീറ്റർ വരെ ഉയരത്തിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. പഠിച്ചോളെ. സമുദ്രനിരപ്പിൽ നിന്നും 100 മീറ്റർ മുതൽ 300 മീറ്റർ വരെ ഉയരത്തിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കരിമണ്ണെന്നും റിഗർ എന്നും ചെർണോസം എന്നും വെർട്ടിസോൾ എന്ന പേരിലും അറിയപ്പെടുന്ന മണ്ണ് എന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന എക്കൽ സമതലങ്ങളുടെ ഭാഗമായും ചിറ്റൂരിലെ സമതല പ്രദേശങ്ങളിലും കറുത്ത മണ്ണ് സാധാരണഗതിയിൽ
കണ്ടുവരുന്നു. സമുദ്രത്തിൽ നിന്നും 100 മീറ്റർ മുതൽ 300 മീറ്റർ വരെ ഉയരത്തിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. പഠിക്കുക. കറുത്ത മണ്ണിന്റെ pH മൂല്യം 7 മുതൽ 8.5 വരെയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. കറുത്ത മണ്ണിന്റെ pH മൂല്യം 7 മുതൽ 8.5 വരെയാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കറുത്ത മണ്ണിന്റെ വകഭേദം അറിയപ്പെടുന്ന പേരാണ് പൂന്തൽപ്പാടം മണ്ണ്. പഠിച്ചോളണേ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കറുത്ത മണ്ണിന്റെ മറ്റൊരു വകഭേദം അറിയപ്പെടുന്ന പേരാണ് പൂന്തൽപ്പാടം മണ്ണ്. വകഭേദം അറിയപ്പെടുന്ന പേരാണ് പൂന്തൽപ്പാടം മണ്ണ്. വരണ്ട കാലാവസ്ഥയിൽ വിണ്ടുപൊട്ടുന്ന സ്വഭാവമുള്ള മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഇത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. വരണ്ട കാലാവസ്ഥയിൽ വിണ്ടുപൊട്ടുന്ന സ്വഭാവമുള്ള മണ്ണിനമേ എന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. പഠിക്കുക. കറുത്ത മണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് പരുത്തി, നിലക്കടല, കരിമ്പ്. ഇത് മൂന്നും ഇമ്പോർട്ടൻസ് കൊടുത്തങ്ങ് പഠിക്കുക. ഇതിൽ നിലക്കടലയും പരുത്തിയും കരിമ്പും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കറുത്ത മണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ചോദിച്ചാല് പരുത്തി, നിലക്കടല, കരിമ്പ് എന്നിവയാണ്. അതിനോടൊപ്പം തന്നെ മുളകും തെങ്ങും നമ്മൾ സാധാരണഗതിയിൽ കൃഷി ചെയ്തു വരുന്നു. എവിടെ? കറുത്ത മണ്ണില്. കേരളത്തിലെ മുളക്, തെങ്ങ് എന്നിവ നമ്മുടെ കറുത്ത മണ്ണിൽ കൃഷി ചെയ്തു വരുന്നു. അതിനോടൊപ്പം തന്നെ പരുത്തിയും നിലക്കടലയും കരിമ്പും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഏത് മണ്ണിലാണ്? കറുത്ത മണ്ണിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കറുത്ത മണ്ണിന്റെ pH മൂല്യം 7 മുതൽ 8.5 വരെയാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കറുത്ത മണ്ണിന്റെ വകഭേദം അറിയപ്പെടുന്ന പേരാണ് പൂന്തൻപാടം മണ്ണ്. വരണ്ട കാലാവസ്ഥയിൽ വിണ്ടുപൊട്ടുന്ന സ്വഭാവമുള്ള മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് പരുത്തി, നിലക്കടല, കരിമ്പ്. ഇത് പഠിക്കാതെ പോവല്ലേ. കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള ഇനങ്ങളാണ് പരുത്തി, നിലക്കടല, കരിമ്പ് എന്നിവ. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? മുളകും തെങ്ങും കൃഷി ചെയ്യുന്നുണ്ട്. പഠിക്കുക. അടുത്തതായി പഠിക്കുവാനുള്ളതാണ് വനമണ്ണ്. കേരളത്തിലെ വനമണ്ണിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് വനമണ്ണ്. പഠിച്ചോളണേ. കേരളത്തിലെ ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമേ എന്ന് ചോദിച്ചാൽ അത് വനമണ്ണാണ്. കേരളത്തിന്റെ കിഴക്കേ അതിരിൽ കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനമേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനമണ്ണാണ്. കാരണം കേരളത്തിന്റെ കിഴക്കേ അതിരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സഖ്യപർവ്വതത്തിന്റെ ഭാഗമായി വരുന്നു. അവിടെ കൂടുതലായിട്ടും വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കിഴക്കേ അതിരിൽ കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം ചോദിച്ചാൽ അത് വനമണ്ണാണ്. പഠിക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് 300 മീറ്ററിൽ ഉയരത്തിൽ കാണപ്പെടുന്ന മണ്ണിനമേ എന്ന് ചോദിച്ചാൽ അത് വനമണ്ണാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 300 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ചോദിച്ചാൽ അത് വനമണ്ണാണ്. കുത്തനെയുള്ള ചരിവോടുകൂടിയ പ്രദേശങ്ങളിലും മലഞ്ചെരുവുകളിലും നീളമേറിയ പാറക്കെട്ടുകളിലും വീരൂപ താഴ്വരകളിലും വനമണ്ണ് പൊതുവെ കൂടുതലായി കാണപ്പെടുന്നു. അങ്ങ് പഠിച്ചോളണേ. കുത്തനെയുള്ള ചെരുവോടുകൂടിയ പ്രദേശങ്ങളിലും മലഞ്ചെരുവുകളിലും നീളമേറിയ പാറക്കെട്ടുകളിലും വീരൂപ താഴ്വരകളിലും വനമണ്ണ് പൊതുവെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് വനമണ്ണ്. കേരളത്തിന്റെ കിഴക്കേ അതിരിൽ കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനമേ എന്ന് ചോദിച്ചാൽ അത് വനമണ്ണാണ്. സമുദ്രനിരപ്പിൽ നിന്നും 300 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ചോദിച്ചാൽ അത് വനമണ്ണാണ്. കുത്തനെയുള്ള ചെരുവോടുകൂടിയ പ്രദേശങ്ങളിലും മലഞ്ചെരുവുകളിലും നീളമേറിയ പാറക്കെട്ടുകളിലും വീരൂപ താഴ്വരകളിലും വനമണ്ണ് പൊതുവെ കൂടുതലായി കാണപ്പെടുന്നു. പഠിക്കുക. ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലും കടും തവിട്ട് നിറത്തിലുമാണ് വനമണ്ണ് കാണപ്പെടുന്നത്. പഠിച്ചോളണേ. ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലും കടും തവിട്ട് നിറത്തിലുമാണ് വനമണ്ണ് കാണപ്പെടുന്നത്. വനമണ്ണിന്റെ pH മൂല്യം 5.5 മുതൽ 6.3 വരെയാണ്. വനമണ്ണിന്റെ pH മൂല്യം എത്രയാ സുഹൃത്തുക്കളെ? 5.5 മുതൽ 6.3 വരെയാണ്. കൃഷിയോഗ്യമല്ലാത്ത മണ്ണിനമാണ് വനമണ്ണ്. ഇവിടെ പൊതുവെ വനമരങ്ങളും കുറ്റിച്ചെടികളും പുല്ലുവർഗ്ഗങ്ങളുമാണ് വളരുന്നത്. അപ്പോ കൃഷിക്ക് യോഗ്യമല്ലാത്ത മണ്ണിനമേ എന്ന് ചോദിച്ചാൽ അത് വനമണ്ണാണ്. ഇവിടെ പൊതുവെ വനമരങ്ങളും കുറ്റിച്ചെടികളും പുല്ലുവർഗ്ഗങ്ങളുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലും കടും തവിട്ട് നിറത്തിലും വനമണ്ണ് കാണപ്പെടുന്നു. വനമണ്ണിന്റെ pH മൂല്യം 5.5നും 6.3നും ഇടയിലാണ്. കൃഷിയോഗ്യമല്ലാത്ത മണ്ണിനമാണ് വനമണ്ണ്. ഇതങ്ങ് പഠിച്ചോളനെ. കൃഷിയോഗ്യമല്ലാത്ത മണ്ണിനം എന്ന് ചോദിച്ചാൽ അത് വനമണ്ണാണ്. ഇവിടെ പൊതുവെ വനമരങ്ങളും അതുപോലെ തന്നെ കുറ്റിച്ചെടികളും പുല്ലുവർഗ്ഗങ്ങളുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു മണ്ണിനമാണ് കാരിമണ്ണ്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത മണ്ണിനമാണ്, അതുകൊണ്ട് പഠിക്കുക കാരിമണ്ണ്. കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളുടെ സമുദ്രനിരപ്പിന് താഴെയുള്ള
ചതുപ്പു നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് കാരിമണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ പറഞ്ഞത്? കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളില് സമുദ്രനിരപ്പിന് താഴെയുള്ള ചതുപ്പു നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് കാരിമണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1 മുതൽ 2 മീറ്റർ വരെ താഴെയുള്ള പ്രദേശത്താണ് സാധാരണ ഈ മണ്ണ് കാണപ്പെടുന്നത്. ശ്രദ്ധിച്ചോളണേ, സമുദ്രനിരപ്പിൽ നിന്നും 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ താഴ്ചയുള്ള പ്രദേശങ്ങളിലാണ് സാധാരണഗതിയിൽ നമ്മുടെ കാരിമണ്ണ് കാണപ്പെടുന്നത്. സമുദ്രജല വേലിയേറ്റം മൂലം അമ്ലത്വം ഏറ്റവും കൂടിയ മണ്ണിനമാണ് കാരിമണ്ണ്. സമുദ്രജല വേലിയേറ്റം മൂലം അമ്ലത്വം ഏറ്റവും കൂടിയ മണ്ണിനമാണ് കാരിമണ്ണ്. ലവണാംശം വളക്കൂറും കൂടുതലുണ്ടെങ്കിലും അമിതമായ അമ്ലത്വം ഈ മണ്ണിനെ കൃഷിയോഗ്യമല്ലാതാക്കി തീർക്കുന്നു. പഠിച്ചോളണേ, ലവണത്വവും വളക്കൂറും കൂടുതലുണ്ടെങ്കിലും അമിതമായ അമ്ലത്വം ഈ മണ്ണിനെ കൃഷിയോഗ്യമല്ലാതാക്കി തീർക്കുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം, കാരിമണ്ണിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഒത്തിരി സുഹൃത്തുക്കൾക്കും അറിയാത്ത ഒന്നാണ് കാരിമണ്ണ്. നമുക്ക് നോക്കാം. കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളില് സമുദ്രനിരപ്പിന് താഴെയുള്ള ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് കാരിമണ്ണ്. സമുദ്രനിരപ്പിൽ നിന്നും 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ താഴ്ചയുള്ള പ്രദേശങ്ങളിലാണ് സാധാരണ ഈ മണ്ണ് കാണപ്പെടുന്നത്. സമുദ്രജല വേലിയേറ്റം മൂലം അമ്ലത്വം ഏറ്റവും കൂടിയ മണ്ണിനമാണ് കാരിമണ്ണെന്ന് പറയുന്നത്. ലവണാംശവും വളക്കൂറും കൂടുതലുണ്ടെങ്കിലും അമിതമായ അമ്ലത്വം ഈ മണ്ണിനെ കൃഷിയോഗ്യമല്ലാതാക്കി തീർക്കുന്നു. പഠിക്കുക. കാരിമണ്ണിൽ സാധാരണഗതിയിൽ ചെയ്തു വരുന്നത് നെൽകൃഷിയാണ്. പഠിച്ചോളനെ, കാരിമണ്ണിൽ സാധാരണഗതിയിൽ ചെയ്തു വരുന്നത് ഏതാണ്? നെൽകൃഷിയാണ്. അതിൽ തന്നെ പൊക്കാളി വിഭാഗത്തിൽപ്പെട്ട നെല്ലിനം മാത്രമേ ഈ മേഖലയിൽ കൃഷി ചെയ്യുവാൻ കഴിയുള്ളൂ. പഠിച്ചോളനെ, കാരിമണ്ണില് സാധാരണയായിട്ട് ചെയ്തു വരുന്നത് നെൽകൃഷിയാണ്. അതിൽ തന്നെ പൊക്കാളി വിഭാഗത്തിൽപ്പെട്ട നെല്ലിനം മാത്രമേ ഈ മേഖലയിൽ കൃഷി ചെയ്യുവാൻ കഴിയുള്ളൂ. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പൊക്കാളി നെല്ലിന്റെ പ്രത്യേകതയെന്ന്. അവ വളരെ ഉയരത്തിൽ വരുന്ന നെല്ലിനമാണ്. അതിനോടൊപ്പം തന്നെ അവയ്ക്ക് എന്തിനുള്ള കഴിവുണ്ട് സുഹൃത്തുക്കളെ? ഈ ലവണാംശത്തിനെ ചെറുത്ത് വളരുന്നതിനുള്ള കഴിവുണ്ട്. അതാണ് ഈ പൊക്കാളി നെല്ലിന്റെ പ്രത്യേകത. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പോ ഇപ്പൊ പഠിക്കുക, കാരിമണ്ണിന്റെ സാധാരണയായി ചെയ്തു വരുന്ന കൃഷി എന്ന് ചോദിച്ചാൽ നെൽകൃഷിയാണ്. അത് വെറും നെല്ലല്ല അവിടെ ഉപയോഗിക്കുന്നത്, പൊക്കാളി വിഭാഗത്തിൽപ്പെട്ട നെല്ലിനമാണ് സാധാരണഗതിയിൽ കാരിമണ്ണിൽ കൃഷി ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. മണ്ണിന്റെ അമ്ലത്വം കുറച്ചുകൊണ്ട് ഇടയ്ക്കിടെ ശുദ്ധജലത്തിന്റെ ലഭ്യതയോടുകൂടിയും കാരിമണ്ണിൽ കൃഷി ചെയ്യുവാൻ കഴിയും. കാരിമണ്ണിൽ നമുക്ക് കൃഷി ചെയ്യുവാൻ കഴിയും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? മണ്ണിന്റെ അമ്ലത്വം കുറച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധജലത്തിന്റെ ലഭ്യതയോടുകൂടി നമുക്ക് കാരിമണ്ണിലെ കൃഷി ചെയ്യുവാൻ കഴിയും. അപ്പോൾ കാരിമണ്ണിൽ കൃഷി ചെയ്യണമെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ഒന്നെന്താണ്? മണ്ണിന്റെ അമ്ലത്വം കുറച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ശുദ്ധജലത്തിന്റെ ലഭ്യതയും എവിടെ കൊണ്ടുവരണം? കാരിമണ്ണിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കാരിമണ്ണിൽ നല്ല രീതിക്ക് എന്ത് കൃഷി ചെയ്യാൻ സുഹൃത്തുക്കളെ? നെൽകൃഷി ചെയ്യാൻ പറ്റും. വേറെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റൂല. ഏതാണ്? നെൽകൃഷി ചെയ്യാൻ പറ്റും. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് സലേൻ ഹൈഡ്രോഫോമിക് മണ്ണ്. പഠിക്കുക. സലേൻ ഹൈഡ്രോഫോമിക് മണ്ണ്. എന്താണ് സലേൻ ഹൈഡ്രോഫോമിക് മണ്ണ്? നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂര്, കണ്ണൂർ ജില്ലകളിൽ കാണപ്പെടുന്ന പ്രത്യേക ഇനം മണ്ണാണ് സലേൻ ഹൈഡ്രോഫോമിക്സ് മണ്ണെന്ന് പറഞ്ഞത്. ഇതാണ് കേട്ടോ സലേൻ ഹൈഡ്രോഫോമിക് മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ ജില്ലകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് സലേൻ ഹൈഡ്രോഫോമിക്സ് മണ്ണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലും നദികൾ, അരുവികൾക്കും സമീപത്തുള്ള വെള്ളക്കെട്ടുകളിലുമാണ് സാധാരണ ഇത്തരം മണ്ണിനെ കണ്ടുവരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലും നദികൾക്കും അരുവികൾക്കും സമീപത്തുള്ള വെള്ളക്കെട്ടുകളിലുമാണ് സാധാരണ ഇത്തരം മണ്ണിനം കണ്ടുവരുന്നത്, അഥവാ സലേൻ ഹൈഡ്രോഫോമിക്സ് മണ്ണിനം കണ്ടുവരുന്നത്. വേലിയേറ്റ സമയങ്ങളിൽ മണ്ണിലെ ലവണാംശം കൂടുകയും മഴവെള്ളവും നദികളിൽ നിന്നുള്ള ശുദ്ധജലത്തിന്റെയും സാന്നിധ്യത്തിൽ ലവണാംശം കുറയുകയും ചെയ്യുന്നു. അതായത് ഇവിടെ നമുക്ക് ഡൗട്ട് ഉണ്ടാവുന്നത് കാരിമണ്ണിൽ നിന്ന് ഇവന്റെ പ്രത്യേകത എന്തെന്നായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും കാരിമണ്ണും ഇവന് ഒരുപോലെയല്ലേ ഇരിക്കുന്നതെന്ന്. എന്നാൽ സത്യത്തിൽ കാരിമണ്ണിനകത്ത് നമ്മുടെ ലവണത്വം എന്ന് പറയുന്നത് ഒരേ ലെവലിൽ അങ്ങ് നിൽക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അസിഡിറ്റി എന്ന് പറയുന്ന ഒരേ ലെവലിൽ അങ്ങ് നിൽക്കുവാണ്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സലേൻ ഹൈഡ്രോഫോമിക്സ് മണ്ണിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവ മെയിൻ ആയിട്ടും കാണപ്പെടുന്നത് നമ്മുടെ സമുദ്രനിരപ്പിന് താഴെയുള്ള ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളാണെങ്കിൽ കൂടിയും ഇവന്മാര് മെയിൻ ആയിട്ടും ഈ നദികളുടെയും അതുപോലെ തന്നെ അരുവികളുടെയും കരയിലുള്ള വെള്ളക്കെട്ടുകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേലിയേറ്റ സമയത്ത് സ്വാഭാവികമായിട്ടും സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നുള്ള പ്രദേശമായതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? ഉപ്പിന്റെ അംശം എന്ത് ചെയ്യും? കൂടും. അവിടെ വെള്ളം കയറുമ്പോൾ ഉപ്പിന്റെ അംശം കൂടുകയും ലവണാംശം കൂടുകയും ചെയ്യും. നേരെ തിരിച്ച് നല്ല മഴ
മഴക്കാലമാവുന്ന സമയത്ത് എന്താണ്, നദികളൊക്കെ കരകവിഞ്ഞൊഴിയുന്ന സമയത്ത് ഇതിനകത്തൂടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വെള്ളക്കെട്ടിനുള്ളിൽ കൂടെ എന്ത് ചെയ്യും, ശുദ്ധജലം ഒഴുകുകയും അതോടുകൂടി അവിടുത്തെ ലവണാംശം, അതായത് ഉപ്പിന്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പോ ഈ ഉപ്പിന്റെ അളവ് അല്ലെങ്കിൽ ലവണാംശത്തിന്റെ അളവ് കൂടിയും കുറഞ്ഞു ഇരിക്കും. ഏതിലാണ്? സലൈൻ ഹൈഡ്രോഫോമിക്സ് മണ്ണ്. അതാണ് ഈ മെയിൻ ആയിട്ട് കാരിമണ്ണും സലൈൻ ഹൈഡ്രോഫോമിക്സ് മണ്ണും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. കേരളത്തിലെ എറണാകുളം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് സലൈൻ ഹൈഡ്രോഫോമിക്സ് മണ്ണെന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലും നദികൾക്കും അരുവികൾക്കും സമീപത്തുള്ള വെള്ളക്കെട്ടുകളിലുമാണ് സാധാരണത്തിലെ ഹൈഡ്രോഫോമിക്സ് മണ്ണുകൾ കാണപ്പെടുന്നത്. വേലിയേറ്റ സമയങ്ങളിൽ മണ്ണിന്റെ ലവണാംശം കൂടുന്നു. കാരണം എന്താണ്? വേലിയേറ്റ സമയത്ത് ഉപ്പിന്റെ അംശം കൂടുന്നു. ഈ ഉപ്പിന്റെയും ആ മണ്ണുമായിട്ട് ചേരുമ്പോൾ മണ്ണിന്റെ ലവണാംശം കൂടുന്നു. നേരെ തിരിച്ച് നല്ല മഴയുള്ള സമയത്താണെങ്കിൽ മഴവെള്ളം കൂടുതലായിട്ട് നദികളിലെത്തുകയും നദി കരകവിഞ്ഞൊഴുകുകയും അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന വെള്ളക്കെട്ടുകളിൽ ശുദ്ധജലത്തെയും കൂടുതലായിട്ട് ലഭിക്കുകയും അതുമൂലം ലവണാംശം കുറയുകയും ചെയ്യും. പഠിക്കുക. അങ്ങനെ സലൈൻ ഹൈഡ്രോഫോമിക്സ് മണ്ണിന്റെ ലവണാംശം കൂടിയും കുറഞ്ഞും ഇരിക്കും കേട്ടോ. പഠിക്കുക. മണലും കളിമണ്ണും നിറഞ്ഞതാണ് നമ്മുടെ സലൈൻ ഹൈഡ്രോഫോബിക്സ് മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണലും കളിമണ്ണും നിറഞ്ഞതാണ് ഈ മണ്ണ്. കടും ചാര നിറം മുതൽ കറുപ്പ് നിറത്തിൽ വരെ ഈ മണ്ണിനം കാണപ്പെടുന്നു. കടും ചാര നിറം മുതൽ കറുപ്പ് നിറം വരെ ഈ മണ്ണിനം കാണപ്പെടുന്നു. ലവണത്വ വ്യത്യാസം മൂലം പൊക്കാളി നെല്ലിന് മാത്രമേ ഈ മേഖലയിൽ കൃഷി ചെയ്യുവാൻ സാധിക്കുള്ളൂ. കാരണം എന്താണ്? വേലിയേറ്റം വരുമ്പോഴത്തേക്കും ഒരു ലവണത്വം, മഴ പെയ്യുമ്പോൾ മറ്റൊരു ലവണത്വം. അപ്പൊ നമുക്ക് നമ്മുടെ മണ്ണിൽ ലവണത്വം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലവണത്വം കൃത്യമായിട്ടൊരു പോയിന്റിൽ നമുക്ക് നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സലൈൻ ഹൈഡ്രോഫോബിക്സ് മണ്ണിനകത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത് ഏക കൃഷി എന്താണ്? നെൽകൃഷിയാണ്. അതുപോലെ തന്നെ പൊക്കാളി നെല്ല് മാത്രമേ ഇവിടെ നമുക്ക് കൃഷി ചെയ്യുവാനും പറ്റുള്ളൂ. എറണാകുളം ജില്ലയിൽ പൊക്കാളി മണ്ണ് എന്നും കണ്ണൂർ ജില്ലയിൽ കൈപ്പാട് മണ്ണ് എന്ന പേരിലും അറിയപ്പെടുന്നു. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. എറണാകുളം ജില്ലയിലെ പൊക്കാളി മണ്ണെന്നും കണ്ണൂർ ജില്ലയിലെ കൈപ്പാട് മണ്ണെന്നും ഇത് അറിയപ്പെടുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മണലും കളിമണ്ണും നിറഞ്ഞതാണ് ഈ മണ്ണിനം. കടും ചാര നിറം മുതൽ കറുപ്പ് നിറം വരെയാണ് ഈ മണ്ണ് കാണപ്പെടുന്ന നിറം. ലവണത്വ വ്യത്യാസം മൂലം പൊക്കാളി നെല്ല് മാത്രമേ ഈ മേഖലയിൽ കൃഷി ചെയ്യാറുള്ളൂ. എറണാകുളം ജില്ലയിലെ പൊക്കാളി മണ്ണെന്നും കണ്ണൂർ ജില്ലയിലെ കൈപ്പാട് മണ്ണ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. പഠിക്കുക. ലാറ്ററൈറ്റ് മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. കണ്ടോ സുഹൃത്തുക്കളെ, ലാറ്ററൈറ്റ് മണ്ണ്. ഈ ഫോട്ടോ ശ്രദ്ധിച്ചോളണേ, എന്നിട്ട് വേണം നമ്മൾ പറയുന്ന പോയിന്റ്സ് നോക്കാൻ കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്. അത് LGS തൊട്ട് ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാം ആവട്ടെ അതിൽ കൃത്യമായി ചോദിക്കുന്ന പോയിന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിന്റെ 65% വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിന്റെ 65% വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ചോദിച്ചാലും അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ചെങ്കൽ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ചെങ്കൽ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ചെങ്കൽ പാറകൾ അഥവാ ലാറ്ററൈറ്റ് പാറകൾ പൊടിഞ്ഞാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത്, അഥവാ ചെങ്കൽ മണ്ണ് രൂപപ്പെടുന്നത്. ചെങ്കൽ പാറകൾ അഥവാ ലാറ്ററൈറ്റ് പാറകൾ പൊടിഞ്ഞാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് രൂപപ്പെടുന്നത്. പഠിക്കുക. അമ്ലത കൂടിയ ചെങ്കൽ പാറകൾ കൂടുതൽ അപരദന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു. അതുകൊണ്ട് തന്നെ ലാറ്ററൈറ്റ് മണ്ണിന് അമ്ല സ്വഭാവം കൂടുതലാണ്. പഠിച്ചോളനെ. അമ്ലത കൂടിയ ചെങ്കൽ പാറകൾ കൂടുതൽ അപരദന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നത് കൊണ്ട് തന്നെ ലാറ്ററൈറ്റ് മണ്ണിന് അമ്ല സ്വഭാവം കൂടുതലായിരിക്കും. ലാറ്ററൈറ്റ് മണ്ണിന്റെ pH മൂല്യം 4.5-നും 6.2-നും ഇടയിലാണ്. ഇതങ്ങ് പഠിച്ചോളനെ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ലാറ്ററൈറ്റ് മണ്ണിന്റെ pH മൂല്യം ചോദിച്ചാൽ 4.5-നും 6.2-നും ഇടയിലാണ്. കൂടുതൽ മഴയും ഉയർന്ന താപനിലയുമുള്ള മൺസൂൺ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായി ലാറ്ററൈറ്റ് മണ്ണുകൾ കാണപ്പെടുന്നത്. കൂടുതൽ മഴയും ഉയർന്ന താപനിലയുമുള്ള മൺസൂൺ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് സാധാരണ ലാറ്ററൈറ്റ് മണ്ണുകൾ കാണപ്പെടുന്നത്. പഠിക്കുക. അതാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ടും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. കാരണം എന്താ? നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ലാറ്ററൈറ്റ് മണ്ണിനെ കുറിച്ചാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിന്റെ 65%
ശതമാനത്തോളം വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ചെങ്കൽ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. ചെങ്കൽ പാറകൾ അഥവാ ലാറ്ററൈറ്റ് പാറകൾ പൊടിഞ്ഞാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത്. അമ്ലത കൂടിയ ചെങ്കൽ പാറകൾ കൂടുതൽ അപരദന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നത് കൊണ്ട് തന്നെ ലാറ്ററൈറ്റ് മണ്ണിന് അമ്ല സ്വഭാവം കൂടുതലായിരിക്കും. ലാറ്ററൈറ്റ് മണ്ണിന്റെ pH മൂല്യം 4.5-നും 6.2-നും ഇടയിലാണ്. ഒന്നുകൂടി എടുത്തു പറയുന്നു, പഠിക്കുക. ലാറ്ററൈറ്റ് മണ്ണിന്റെ pH മൂല്യം 4.5-നും 6.2-നും ഇടയിലാണ്. കൂടുതൽ മഴയും ഉയർന്ന താപനിലയുമുള്ള മൺസൂൺ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായി ലാറ്ററൈറ്റ് മണ്ണുകൾ കാണപ്പെടുന്നത്. പഠിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 10 മീറ്റർ മുതൽ 100 മീറ്റർ വരെ ഉയരത്തിലാണ് നമ്മുടെ ലാറ്ററൈറ്റ് മണ്ണുകൾ കാണപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. സമുദ്രനിരപ്പിൽ നിന്നും 10 മീറ്റർ മുതൽ 100 മീറ്റർ വരെ ഉയരത്തിലാണ് നമ്മുടെ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലെ ഇടനാടുകളിലും കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. ഇങ്ങനെ തന്നെ എടുത്തു ചോദിക്കും, പഠിച്ചോളനെ. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം എന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 10 മീറ്റർ മുതൽ 100 മീറ്റർ വരെ ഉയരത്തിലാണ് ലാറ്ററൈറ്റ് മണ്ണ് സാധാരണഗതിയിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. പഠിക്കുക. ലാറ്ററൈറ്റ് കുന്നുകളുടെ സാന്നിധ്യവും ഈ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നു. പഠിക്കുക. ലാറ്ററൈറ്റ് കുന്നുകളുടെ സാന്നിധ്യവും ഈ പ്രദേശത്തിൽ കണ്ടുവരുന്നു. ഏത് പ്രദേശത്തിലാണ് കണ്ടുവരുന്നത്? വടക്കൻ കേരളത്തിലെ ഇടനാട് പ്രദേശങ്ങളില്. ലാറ്ററൈറ്റ് മണ്ണുകൾ പൊതുവെ ആഴം കുറവായിരിക്കും. ലാറ്ററൈറ്റ് മണ്ണുകൾക്ക് പൊതുവെ ആഴം കുറവായിരിക്കും. പഠിച്ചോളേ, ലാറ്ററൈറ്റ് മണ്ണുകൾക്ക് പൊതുവെ ആഴം കുറവായിരിക്കും. ലാറ്ററൈറ്റ് മണ്ണിൽ ചരലിന്റെ സാന്നിധ്യം മറ്റു മണ്ണുകളെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായതിനാൽ വിളവൈവിധ്യം പൊതുവെ കുറവാണ്. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടില്ലേ സുഹൃത്തുക്കളെ, ചെറു ചെറു തരികളായിട്ടാണ് അല്ലെ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണിലെ ഇങ്ങനെ ചരലിന്റെ സാന്നിധ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മറ്റു മണ്ണിനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വിളവൈവിധ്യം പൊതുവെ കുറവാണ് ലാറ്ററൈറ്റ് മണ്ണിൽ. അതായത് ഒരുപാട് വിളകളൊന്നും നമുക്ക് ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് സാരം കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 10 മീറ്റർ മുതൽ 100 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത്തരം മണ്ണിനങ്ങൾ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് കുന്നുകളുടെ സാന്നിധ്യവും ഈ പ്രദേശത്ത് കണ്ടുവരുന്നു. ലാറ്ററൈറ്റ് മണ്ണുകൾക്ക് പൊതുവെ ആഴം കുറവായിരിക്കും. ലാറ്ററൈറ്റ് മണ്ണിൽ ചരലിന്റെ സാന്നിധ്യം മറ്റു മണ്ണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലായതിനാൽ വിളവൈവിധ്യം പൊതുവെ കുറവാണ്. പഠിക്കുക. പൊതുവെ ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണുകൾ. അതുകൊണ്ട് തന്നെ ശക്തമായ മണ്ണൊലിപ്പിന് വിധേയമാവുന്ന മണ്ണ് എന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. പൊതുവെ ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൈറ്റ് മണ്ണുകൾക്ക് ജലത്തിന് എന്താണ് ശേഖരിച്ചു വെക്കുവാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ശക്തമായിട്ട് മണ്ണൊലിപ്പിന് വിധേയമാവുന്ന മണ്ണ് എന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. പഠിക്കുക. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറവാണ് ഇത്തരം മണ്ണിൽ. അതായത് ലാറ്ററൈറ്റ് മണ്ണില് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കുറവാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഒരു സസ്യം വളരുന്നതിന് ആവശ്യമായ പ്രധാനപ്പെട്ട കണ്ടന്റുകളാണ് ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഇവയെല്ലാം എന്തിൽ കുറവാണ്? നമ്മുടെ ലാറ്ററൈറ്റ് മണ്ണിലെ കുറവാണ്. ജലത്തിന്റെ സാന്നിധ്യം കൂടുമ്പോൾ മൃദുവായ കളിമൺ സ്വഭാവം കാണിക്കുന്ന ലാറ്ററൈറ്റ് മണ്ണുകൾ ഈർപ്പരഹിതമായി കഴിഞ്ഞാൽ പാറ പോലെ ദൃഢമാവുകയും ചെയ്യുന്നു. എന്ന് വെച്ചാല് പാറ പോലെ ഉറയ്ക്കുന്നല്ല കേട്ടോ, പക്ഷെ നല്ല കട്ടിയാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ലാറ്ററൈറ്റ് മണ്ണുകൾ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് അവയെ വെട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോ ജലത്തിന്റെ സാന്നിധ്യം കൂടുമ്പോൾ മൃദുവായ കളിമൺ സ്വഭാവം കാണിക്കുന്ന ലാറ്ററൈറ്റ് മണ്ണിൽ നിന്നും ജലം നഷ്ടപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും? പാറ പോലെ ദൃഢമാവുകയും ചെയ്യുന്നു. ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകളാണ് വാഴ, റബ്ബർ, മരിച്ചീനി, പച്ചക്കറികൾ, ചേന, കുരുമുളക്, പൈനാപ്പിൾ. ഇതിൽ റബ്ബർ ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങ് പഠിച്ചോളെ സുഹൃത്തുക്കളെ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകളിൽ ഓപ്ഷൻ റബ്ബറാണ് കിടന്നത്. പഠിക്കുക. ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? വാഴ, റബ്ബർ, മരിച്ചീനി, പച്ചക്കറികൾ, ചേന, കുരുമുളക്, പൈനാപ്പിൾ. ഇതിൽ കുരുമുളകും റബ്ബറും ഇമ്പോർട്ടൻസ് ആയിട്ട് സുഹൃത്തുക്കൾ പഠിക്കുക. ഒന്നുകൂടി പറയാം. പൊതുവെ ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണിവ. അതുകൊണ്ട് തന്നെ ശക്തമായ മണ്ണൊലിപ്പിന് വിധേയമാകുന്നവയാണ് ലാറ്ററൈറ്റ് മണ്ണുകൾ. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മുതലായ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങളെല്ലാം കുറവാണ് ആരിലെ? ലാറ്ററൈറ്റ് മണ്ണില്.
ജലത്തിന്റെ സാന്നിധ്യം കൂടുമ്പോൾ മൃദുവായി കളിമൺ സ്വഭാവം കാണിക്കുന്ന ലാറ്ററൈറ്റ് മണ്ണുകൾ ഈർപ്പരഹിതമാവുമ്പോൾ അല്ലെങ്കിൽ ജലം നഷ്ടമാവുമ്പോഴേക്കും പാറ പോലെ ദൃഢമാവുകയും ചെയ്യുന്നു. ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? വാഴ, റബ്ബർ, അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളുക. റബ്ബർ, മരിച്ചീനി, പച്ചക്കറികള്, ചേന, കുരുമുളക്, പൈനാപ്പിൾ എന്നാണ്. ഇതിലെ റബ്ബറും കുരുമുളകും സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അടുത്തതായി നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെമ്മണ്ണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. ചുവന്ന മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചെമ്മണ്ണ്. ചുവന്ന മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചെമ്മണ്ണാണ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് ഭാഗം എന്ന് പറയുമ്പോഴേക്കും ഏകദേശം കളിയിക്കാവിള ആ ഒരു പ്രദേശങ്ങൾ വരും. അവിടെയാണ് എന്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? നമ്മുടെ ചെമ്മണ്ണ് കാണപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തേരിമണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചെമ്മണ്ണാണ്. പഠിച്ചോളനെ, തിരുവനന്തപുരം ജില്ലയിൽ തേരിമണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ചെമ്മണ്ണാണ്. ചെമ്മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഇപ്പൊ മനസ്സിലായ സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ ഭാഗങ്ങളിൽ ചെമ്മണ്ണ് കാണപ്പെടാനുള്ള സാധ്യത എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളാണ് തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ പ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നമ്മുടെ ചെമ്മണ്ണിന്റെ സാന്നിധ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നു. കേരളത്തിലെ കുന്നിൻ ചെരുവുകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. പഠിച്ചോളനെ, കേരളത്തിലെ കുന്നിൻ ചെരുവുകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡ് ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? അയൺ ഓക്സൈഡ് ആണ്. എന്താണ്? അയൺ ഓക്സൈഡ് ആണ്. ഒന്നുകൂടി പറയാം, ചുവപ്പ് മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചെമ്മണ്ണ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ തെക്കുഭാഗത്തായി കാണപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. തിരുവനന്തപുരം ജില്ലയിലെ തേരിമണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചെമ്മണ്ണ്. ചെമ്മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിലെ കുന്നിൻ ചെരുവുകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡ് ആണ്. പഠിക്കുക. സാധാരണഗതിയിൽ ചുവപ്പ് നിറം മുതൽ കടും ചുവപ്പ് നിറം വരെയാണ് ചെമ്മണ്ണ് കാണപ്പെടുന്നത്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. സാധാരണഗതിയില് നമ്മുടെ ചെമ്മണ്ണ് ചുവപ്പ് നിറത്തിൽ കാണപ്പെടും, അതുപോലെ തന്നെ കടും ചുവപ്പ് നിറത്തിലും കാണപ്പെടും കേട്ടോ. സാധാരണഗതിയിൽ ചുവപ്പ് നിറം മുതൽ കടും ചുവപ്പ് നിറം വരെയാണ് ചെമ്മണ്ണ് കാണപ്പെടുന്നത്. മണലും കളിമണ്ണും നിറഞ്ഞ മണ്ണാണ് ചെമ്മണ്ണ്. മണലും കളിമണ്ണും നിറഞ്ഞ മണ്ണാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിന്റെ ചരലിന്റെ അംശം വളരെ കുറവാണ്. ചെമ്മണ്ണിലെ ചരലിന്റെ അംശം എന്താണ്? വളരെ കുറവാണ്. ജൈവ വസ്തുക്കളുടെയും സസ്യജന്യ പോഷകങ്ങളുടെയും കുറവ്, അതുകൊണ്ട് തന്നെ ചെമ്മണ്ണിന് ഫലപുഷ്ടി തീരെ കുറവാണ്. പഠിച്ചോളനെ, ജൈവ വസ്തുക്കളുടെയും സസ്യജന്യമായിട്ടുള്ള പോഷകങ്ങളുടെയും കുറവ് മൂലം ചെമ്മണ്ണിന് ഫലപുഷ്ടി തീരെ കുറവാണ്. ചെമ്മണ്ണിൽ പൊതുവെ കൃഷി ചെയ്യുന്ന വിളകളാണ് തെങ്ങ്, അടയ്ക്ക, മരിച്ചീനി, വാഴ, ചേന, പൈനാപ്പിൾ. ഇതിൽ തെങ്ങ് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളുക, മരിച്ചീനി അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളുക. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, അതുകൊണ്ട് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ ചെമ്മണ്ണിൽ പൊതുവെ കൃഷി ചെയ്യുന്ന വിളകൾ ചോദിച്ചാൽ തെങ്ങ്, അടയ്ക്ക, മരിച്ചീനി, വാഴ, ചേന, പൈനാപ്പിൾ. ഇത് തെങ്ങും മരിച്ചീനിയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. സാധാരണഗതിയിൽ ചുവപ്പ് നിറം മുതൽ കടും ചുവപ്പ് നിറത്തിൽ വരെ കാണപ്പെടുന്നു ചെമ്മണ്ണ്. മണലും കളിമണ്ണും നിറഞ്ഞ മണ്ണാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിൽ ചരലിന്റെ അംശം വളരെ കുറവാണ്. ജൈവ വസ്തുക്കളുടെയും സസ്യജന്യമായ പോഷകങ്ങളുടെയും കുറവ് മൂലം ചെമ്മണ്ണിന് ഫലപുഷ്ടി തീരെ കുറവാണ്. ചെമ്മണ്ണിൽ പൊതുവെ കൃഷി ചെയ്യുന്ന വിളകളാണ് തെങ്ങ്, അടയ്ക്ക, മരിച്ചീനി, വാഴ, ചേന, പൈനാപ്പിൾ. ഇവിടെ തെങ്ങും മരിച്ചീനിയും ഇമ്പോർട്ടൻസ് കൊടുത്ത് സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട കേരളത്തിലെ മണ്ണിനമാണ് തീരദേശ എക്കൽ മണ്ണ്. എന്താ സുഹൃത്തുക്കളെ പഠിക്കാനുള്ളത്? തീരദേശ എക്കൽ മണ്ണ്. കേരളത്തിലെ തീരദേശ മേഖലകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് തീരദേശ എക്കൽ മണ്ണ്. പഠിച്ചോളനെ, കേരളത്തിലെ തീരദേശ മേഖലകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് തീരദേശ എക്കൽ മണ്ണ്. തീരദേശ എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവും ജലത്തെ നിലനിർത്തുവാനുള്ള കഴിവ് കുറവുമാണ്. പഠിച്ചോളനെ, തീരദേശ എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവും ജലത്തെ നിലനിർത്തുവാനുള്ള കഴിവ് കുറവുമാണ്. ഇത്തരം മണ്ണിന് അമ്ലത്വം പൊതുവെ കൂടുതലായിരിക്കും. അതായത് തീരദേശ എക്കൽ മണ്ണിന് സാധാരണ എക്കൽ മണ്ണുകളെ വെച്ച് നോക്കുമ്പോൾ അമ്ലത്വം പൊതുവെ കൂടുതലായിരിക്കും. ഇതിന്റെ pH മൂല്യം 6.5 താഴെയായിരിക്കും. തീരദേശ എക്കൽ മണ്ണിന്റെ pH മൂല്യം 6.5 താഴെയായിരിക്കും. അറബിക്കടലിന് സമാന്തരമായി വരുന്ന സമതല പ്രദേശങ്ങളിലാണ് തീരദേശ എക്കൽ മണ്ണ്
കൂടുതലായി കാണപ്പെടുന്നത്. അറബിക്കടലിന് സമാന്തരമായി വരുന്ന സമതല പ്രദേശങ്ങളിലാണ് തീരദേശ എക്കൽ മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ തീരദേശ മേഖലകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് തീരദേശ എക്കൽ മണ്ണ്. തീരദേശ എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവും ജലത്തെ നിലനിർത്തുവാനുള്ള കഴിവും കുറവാണ്. തീരദേശ എക്കൽ മണ്ണിന് അമ്ലത്വം പൊതുവെ കൂടുതലാണ്. തീരദേശ എക്കൽ മണ്ണിന്റെ pH മൂല്യം 6.5 താഴെയായിരിക്കും. 6.5 താഴെയായിരിക്കും. അറബിക്കടലിന് സമാന്തരമായി വരുന്ന സമതല പ്രദേശങ്ങളാണ് തീരദേശ എക്കൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പഠിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 5 മീറ്ററിൽ താഴെയാണ് സാധാരണ തീരപ്രദേശ എക്കൽ മണ്ണുകൾ കാണപ്പെടുന്നത്. പഠിച്ചോളെ, സമുദ്രനിരപ്പിൽ നിന്നും 5 മീറ്ററിൽ താഴെയായാണ് സാധാരണ തീരദേശ എക്കൽ മണ്ണുകൾ കാണപ്പെടുന്നത്. തീരദേശ എക്കൽ മണ്ണ് സാധാരണ ചാര കലർന്ന തവിട്ട് നിറത്തിലും ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലും മഞ്ഞ കലർന്ന ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു. 3 നിറത്തിലാണ് കാണപ്പെടുന്നത്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. തീരദേശ എക്കൽ മണ്ണ് സാധാരണഗതിയിൽ ചാര കലർന്ന തവിട്ട് നിറത്തിലോ അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലോ അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ചുവപ്പ് നിറത്തിലോ കാണപ്പെടുന്നു. ഒന്നുകൂടി പറയാം. തീരദേശ എക്കൽ മണ്ണ് സാധാരണ ചാര കലർന്ന തവിട്ട് നിറത്തിൽ കാണാം, അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലായിരിക്കാം, അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ചുവപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. തീരദേശ എക്കൽ മണ്ണിൽ 80% മണലിന്റെ സാന്നിധ്യവും 15% കളിമണ്ണിന്റെ സാന്നിധ്യവും കണ്ടുവരുന്നു. തീരദേശ എക്കൽ മണ്ണിലെ 80% മണലിന്റെ സാന്നിധ്യവും 15% കളിമണ്ണിന്റെ സാന്നിധ്യവും കണ്ടുവരുന്നു. സാധാരണ എക്കൽ മണ്ണിൽ നിന്നും മണലിന്റെ അംശം കൂടുതലായതിനാൽ ഇവയ്ക്ക് ജലസംഭരണ ശേഷി വളരെ കുറവാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞത്. സാധാരണ എക്കൽ മണ്ണിൽ നിന്നും നമ്മുടെ ഈ തീരദേശ എക്കൽ മണ്ണിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ജലസംഭരണ ശേഷി കുറവാണെന്ന്. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാല്, സാധാരണ എക്കൽ മണ്ണിനെ അപേക്ഷിച്ച് നമ്മുടെ തീരദേശ എക്കൽ മണ്ണിലെ മണലിന്റെ അംശം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ജലസംഭരണ ശേഷി കുറവാണ്. തീരദേശ എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിളയാണ് തെങ്ങ്. ഇതങ്ങ് പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. തീരദേശ എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിള ചോദിച്ചാൽ അത് തെങ്ങാണ്. തെങ്ങിന് പുറമെ കശുമാവും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വളരെ വിരളമാണ് കശുമാവ് കൃഷി. എന്നാൽ തെങ്ങ് കൃഷി നല്ല രീതിക്ക് തന്നെ തീരദേശ എക്കൽ മണ്ണില് ധാരാളം നടക്കുന്നുണ്ട്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 5 മീറ്ററിൽ താഴെയുള്ള സാധാരണ തീരദേശ എക്കൽ മണ്ണുകൾ കാണപ്പെടുന്നത്. തീരദേശ എക്കൽ മണ്ണ് സാധാരണ ചാര കലർന്ന തവിട്ട് നിറത്തിലും അല്ലെന്നുണ്ടെങ്കിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിൽ അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. തീരദേശ എക്കൽ മണ്ണിന്റെ 80% മണലും അതുപോലെ 15% കളിമണ്ണിന്റെ സാന്നിധ്യവും കണ്ടുവരുന്നു. സാധാരണ എക്കൽ മണ്ണിൽ നിന്ന് അപേക്ഷിച്ച് മണലിന്റെ അംശം കൂടുതലായതിനാൽ ഇവയ്ക്ക് ജലസംഭരണ ശേഷി വളരെ കുറവായിരിക്കും. തീരദേശ എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിള തെങ്ങാണ്. തെങ്ങിന് പുറമെ കശുമാവും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന LD എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിംഗ് ആൻഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ നോക്കിയത്. ഇതിന്റെ പാർട്ട് 2 ഉടൻ തന്നെ അപ്ലോഡ് ആകുന്നതാണ് സുഹൃത്തുക്കളെ. ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എത്തുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കളാർക്ക് നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.